ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഹരേ ഇന്നത്തെ കൃഷ്ണ. കൺക്ലൂഡിംഗ് സെഷൻ ആണ്. അപ്പോ 3 മാസമായി നമ്മൾ ഭഗവത്ഗീത വായിച്ചുകൊണ്ടിരിക്കുന്നു, അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട്. അപ്പൊ ഇന്ന് പ്രധാനമായും അതെങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം, ഭഗവത്ഗീതയെ നമ്മൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഉപകരിക്കപ്പെടാം എന്നുകൂടെ കൺക്ലൂസീവ് സെഷനാണ് ഇന്നത്തേത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥനയിലേക്ക് തുടങ്ങാം. നമോ വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം രാം ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജയ പ്രഭുപദാ പ്രഭുപദാ ജയ പ്രഭുപദാ. നിത്യ ഗൗര ഹരി ബോൾ ഹരി ബോൾ നിത്യ ഗൗര ഹരി ബോൾ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒന്നുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഹരിനാമ മഹിമ പറയാനായിട്ട് ഒരു ഗ്രേസ് ഗുണമാല മാതാജി ഉണ്ട്. ഓവർ ടു യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യെസ് മാതാജി, പറയൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, കാണാം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് അവസാനത്തെ ഗീതാ കോഴ്സിന്റെ സമാപ്ത ക്ലാസ്സില് ഗീതാ മഹാത്മ്യത്തെ കുറിച്ചാണ് പറയുന്നത്. കലിയുഗത്തിൽ ആത്മീയ പുരോഗതിക്കുള്ള ഏറ്റവും എളുപ്പവും ശക്തവുമായ മാർഗം ഹരിനാമ സങ്കീർത്തനമാണെന്ന് എല്ലാ ശാസ്ത്രങ്ങളും പ്രഖ്യാപിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇതിന്റെ മഹാത്മ്യത്തിൽ പറയുന്നത് ഈ മന്ത്രം ജപിച്ചാൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ബലസിദ്ധി. ഹരിനാമം കലിയുഗ ധർമ്മമാണ്. ബൃഹന്നാരദീയ പുരാണം ഇങ്ങനെ പറയുന്നു. ഹരേർനാമ ഹരേർനാമേവ കേവലം കലോ നാസ്തേവ ഗതി അന്യഥ. കലിയുഗത്തിൽ ഭഗവാന്റെ നാമം ജപിക്കുന്നതൊഴികെ ആത്മസിദ്ധിക്കുള്ള മറ്റൊരു മാർഗവുമില്ല എന്ന് 3 പ്രാവശ്യം ഇവിടെ പറയുന്നത് ഇതിന്റെ പ്രാധാന്യത്തെ കാണിക്കുന്നു. ഹരിനാമത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ നോക്കാം. ഹരിനാമം ഒരു സാധാരണ ശബ്ദമല്ല. പത്മപുരാണം പറയുന്നു, നാമചിന്താമണി കൃഷ്ണ മിനു.
കൃഷ്ണന്റെ നാമം ആത്മീയമായതാണ്, ചൈതന്യവും ആനന്ദവും നിറഞ്ഞതാണ്. കൃഷ്ണനും അദ്ദേഹത്തിന്റെ നാമവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. നാം കൃഷ്ണൻ എന്ന് ജപിക്കുമ്പോൾ, കൃഷ്ണ എന്ന് ജപിക്കുമ്പോൾ നാം നേരിട്ട് കൃഷ്ണനുമായി ബന്ധപ്പെടുകയാണ്. രണ്ടാമത്, ഹരിനാമം പാപഫലങ്ങൾ നശിപ്പിക്കുന്നു. ശ്രീമദ് ഭാഗവതം 6-ാം കാണ്ഡത്തിൽ അജാമിളന്റെ കഥ നമുക്ക് പറയുന്നുണ്ട്. അജാമിളൻ വളരെ പാപമായ ജീവിതം. എന്നാൽ മരണസമയം വന്നപ്പോൾ അവൻ തന്റെ മകനായ നാരായണനെ വിളിച്ചു. അങ്ങനെ അറിയാതെ ആണെങ്കിലും ഭഗവാന്റെ നാമം ജപിച്ചതുകൊണ്ട് അതിന്റെ ഫലമായി യമദൂതന്മാർ തടയപ്പെട്ടു. അവന്റെ പാപഫലങ്ങൾ നശിച്ചു. അവൻ വീണ്ടും ആത്മീയ ജീവിതം ആരംഭിക്കാൻ അവസരം ലഭിച്ചു. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അറിയാതെ ജപിച്ചാൽ പോലും നാമത്തിന് ശക്തിയുണ്ട്. അപ്പോൾ വിശ്വാസത്തോടെ നാം ജപിച്ചാലുള്ള ഫലം എന്താന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എത്ര അധികം ശക്തി ഉണ്ടായിരിക്കും ആ ജപത്തിന്. നാലാമത്, ഹരിനാമം ഹൃദയം ശുദ്ധമാക്കുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു ശിഷ്ടാഷ്ടത്തിൽ പറയുന്നു, ചേതോദർപ്പണമാർജനം. ഹരിനാമം ഹൃദയത്തിന്റെ കണ്ണാടി ശുദ്ധമാക്കുന്നു. നമ്മുടെ ഹൃദയം പൊടി പിടിച്ച കണ്ണാടി പോലെയാണ്. കാമത്തിന്റെ പൊടി, കോപത്തിന്റെ പൊടി, അഹങ്കാരത്തിന്റെ പൊടി, മോഹത്തിന്റെ പൊടി. ഹരിനാമം ഇതൊക്കെ മാറ്റുന്നു, മനസ്സിനെ ശുദ്ധമാക്കുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട്ടു മാറുന്നത് പോലെ നാമജപം അജ്ഞാനവും ദുഃഖവും മാറ്റുന്നു. നാലാമത്, ഹരിനാമം എളുപ്പവും സർവ്വസാധാരണവുമാണ്. ചൈതന്യ ചരിതാമൃതത്തിൽ ഭഗവാൻ ചൈതന്യർ പറയുന്നു, ഹരിനാമത്തിന് കർശനമായ നിയമങ്ങൾ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് ജപിക്കാം, വീട്ടിലിരുന്ന് ജപിക്കാം, വഴിയിൽ നടക്കുമ്പോഴും ജപിക്കാം, പാചകം ചെയ്യുമ്പോൾ, രോഗാവസ്ഥയിൽ, വയസ്സായാലും കുട്ടിയായാലും ആർക്കും അർഹത വേണ്ട. ജാതി ഇല്ല, ധനമില്ല, പാണ്ഡിത്യമില്ല, ദേശമില്ല, എല്ലാവർക്കും നാമം തുല്യമാണ്. ഇതാണ് കലിയുഗത്തിൽ ഭഗവാന്റെ ആകൃതി. ഹരിനാമം നൽകുന്ന അഞ്ചാമത്, ഹരിനാമം നൽകുന്ന പരമബലം. ഭഗവത് പ്രേമമാണ് ഹരിനാമത്തിന്റെ ലക്ഷ്യം. മനസ്സിൽ സമാധാനം മാത്രമല്ല ഹരിനാമത്തിന്റെ ലക്ഷ്യം, അവസാന ലക്ഷ്യമായ ഭഗവാനോടുള്ള പ്രേമം കൂടിയാണ്. പ്രേമഭക്തി സമ്മാനിക്കുന്നു. ഭഗവത്ഗീത 9:14 കൃഷ്ണൻ പറയുന്നു, എന്റെ ഭക്തർ എപ്പോഴും എന്റെ നാമവും മഹത്വവും ജപിക്കുന്നു. ഭൗതിക ജീവിതത്തിൽ നിന്നും നാമം ജപിക്കും, ഭൗതിക ജീവിതത്തിൽ നിന്നും വിരക്തി ഉണ്ടാകും, കൃഷ്ണനോടുള്ള ആസക്തി വളരും, ദൈവപ്രേമം ഉണരും. ആറാമത്, ഹരിനാമം ഒരു പ്രാർത്ഥനയാണ്, ധ്യാനമാണ്, ആരാധനയാണ്, ശുദ്ധീകരണമാണ്. എല്ലാം ഒരുമിച്ചുള്ള ഒരു ഏക മാർഗമാണ് ഹരിനാമം. നാം ഇത് മനസ്സിലാക്കേണ്ട. ഇന്ന് നാം മനസ്സിലാക്കിയത്, ഹരിനാമം കലിയുഗ ധർമ്മമാണ്. ഹരിനാമം കൃഷ്ണനോട് അഭിന്നമാണ്. ഹരിനാമം പാവഫലങ്ങൾ നശിപ്പിക്കുന്നു. ഹരിനാമം ഹൃദയം ശുദ്ധമാക്കുന്നു. ഹരിനാമം എളുപ്പവും സർവ്വസാധാരണവുമാണ്. ഹരിനാമം ഭഗവത് പ്രേമം നൽകുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, 1-ാം കാണ്ഡം 1-ാം അധ്യായം 14-ാം ശ്ലോകത്തിൽ വായിക്കാം. ആപന്ന സംസ്കൃതാം ഘോരാം എന്നാമാമി വിശ്വോ ഗൃണൻ തഥാ സദോ വിമുച്ഛേദ യദ്വിഭീതി സ്വയംഭുയം. ജനന മരണം എങ്കിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ വിഷമത്തിലോ പേടിയിലോ നാമം ചൊല്ലിയാൽ പോലും ഫലം കിട്ടും. മനസ്സിന് ശാന്തിയും പാപങ്ങളിൽ നിന്ന് വിടുതലും ലഭിക്കും. നാമത്തിനു മുന്നിൽ ഭയം ദുഃഖം എല്ലാം ഓടിപ്പോകുന്നു. അപ്പോൾ പ്രായോഗികമായി നമുക്ക് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? രാവിലെ കുറച്ച് സമയം നാമം ജപിക്കാൻ നമ്മൾ നീക്കി വെക്കണം. മുടങ്ങാണ്ട് അത് ജപിക്കണം. നമുക്ക് എപ്പോഴും, അതിനുശേഷം നമുക്ക് എപ്പോഴും ജപിച്ച് ശീലമാക്കാതിനെ നടക്കുമ്പോഴും വീട്ടുജോലികൾ ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ജപിച്ചങ്ങനെ അതിനെ പരിശീലിച്ച് ജീവിതത്തിന്റെ ഭാഗമാക്കാം. ചുരുക്കത്തിൽ നാം ദുർബലരാണ്, ജീവിതം കഠിനമാണ്. പക്ഷെ ഹരിനാമം വളരെ എളുപ്പവും ശക്തവുമാണ്. അതുകൊണ്ട് നമ്മൾ നാമത്തെ ശരണാഗതി പ്രാപിച്ച് മനസ്സിലേക്ക് നടക്കണം. മരണസമയത്തെ ഏക ആശ്രയം ഹരിനാമം മാത്രമാണ്. മരണസമയത്ത് ശരീരം ദുർബലമാകുന്നു, മനസ്സ് അശാന്തമാകണം, ബന്ധുക്കൾ കരയും, മരുന്നുകളും ഡോക്ടറും ഫലിക്കില്ല. ആയതുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ നാമം അഭ്യസിപ്പിക്കണം. എന്നാൽ മരണസമയത്ത് സ്വാഭാവികമായും നാമം വരും. ഭയം, ദുഃഖം, ജനനം, മരണം എന്നിവയിൽ നിന്ന് ഹരിനാമം നമ്മളെ രക്ഷിക്കുന്നു. വൃദ്ധാവസ്ഥ, മരണം എന്നിവരിൽ നിറഞ്ഞതാണ് ജീവിതം. ഇതിൽ നിന്ന് കടക്കാൻ
നിന്നും മറ്റുള്ള ഏക മാത്രമാണ്. അതുപോലെ ശ്രീമദ് ഭാഗവതം അവസാനത്തെ അധ്യായത്തില് 12-ാം അധ്യായം 12-ാം കാണ്ഡം 13-ാം അധ്യായം 23-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്, നാമസങ്കീർത്തന യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനം നമാനി ഹരിയും പരം. ഭഗവാന്റെ നാമസങ്കീർത്തനം എല്ലാ പാപങ്ങളും നശിപ്പിക്കുന്നു. ഭഗവാനെ പ്രണാമം ചെയ്യുന്നത് എല്ലാ ദുഃഖങ്ങളും മാറ്റുന്നു. അങ്ങനെ ഭാഗവതം സമാപിക്കുന്നത് ഈ സന്ദേശം നൽകിയാണ്. ഹരിനാമം ചൊല്ലുക, അതാണ് ഏറ്റവും വലിയ മാർഗം. പിന്നെ ഇത് അവസാന ദിവസമാകുമ്പോൾ ഒരു കാര്യം കൂടി ഇവിടെ പറഞ്ഞ് അവസാനിക്കണം. അത് ഭക്ഷിക്കണു ആ കുട്ടി. പിന്നെ അവസാനം അപ്പോൾ അമ്മയ്ക്കും അച്ഛനും സന്തോഷമായി, അവര് കഴിച്ചു വിജയിച്ചു. അതുപോലെയാണ് കൃഷ്ണനും ഒരു ബദ്ധാത്മാവ് ജപിക്കാൻ തുടങ്ങുമ്പോൾ ഇപ്രകാരം സന്തോഷിക്കുന്നു. കൃഷ്ണന്റെ വിജയമാണത്. ഈ ഗീതാ കോഴ്സിന്റെ സംഘാടകർ ആയ വൈഷ്ണവ ഭക്തർ ദീനാഥ് പ്രഭുവും നളിനി മാതാജിയും ഇങ്ങനെ ഈ ക്ലാസ്സുകളുടെ ഫലമായി നിങ്ങളെയൊക്കെ ജപിക്കാനും ഗീത പഠിക്കാനും ശീലിപ്പിച്ചതുകൊണ്ട് അവർക്കും സന്തോഷിക്കാം, അവർക്ക് നൽകാം നമ്മൾ ഈ വിജയം. അതുപോലെ തന്നെ ഈ 3 മാസം നിങ്ങൾക്കൊക്കെ ക്ലാസ്സുകൾ എടുത്ത പ്രഗത്ഭരായ വൈഷ്ണവ ഭക്തന്മാർ എന്റെ ആത്മീയ ഗുരു ശ്രീല റോംപാൽ സ്വാമി മഹാരാജിനോടും ഇസ്കോൺ ഫൗണ്ടർ ആചാര്യ ശ്രീല പ്രഭുപാദരോടും എനിക്ക് എപ്പോഴും പ്രചോദനമായി നിൽക്കുന്ന അനേകം വൈഷ്ണവ ഭക്തർക്ക് ഞാൻ എന്റെ അകമഴി ഞാൻ നന്ദി ഇവിടെ രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും കൃഷ്ണപ്രേമം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, വളരെ നല്ലൊരു ഹരിനാമ മഹിമ ക്ലാസ് ആയിരുന്നു. എസ്പെഷ്യലി 6 ശത്രുക്കളുടെ പൊടി നമ്മള് ആ ദർപ്പണത്തിന്റെ പൊടി നമ്മൾ അകറ്റണം. പിന്നെ സൂര്യപ്രകാശം പോലെ നമുക്ക് അന്ധകാരത്തിൽ നിന്നും പുറത്തു വരാനുള്ളതാണ് ഹരിനാമം. അതുപോലെ ഇതിന് നിയമമില്ല എന്ന് പറഞ്ഞു. ജാതി, മതം, ധനം ഇതെല്ലാം നമുക്ക് അതില് ഉൾപ്പെടുത്താനൊന്നുമില്ല. ഹരിനാമം എല്ലാവർക്കും ജപിക്കാവുന്നതാണ്, ഏതൊരവസ്ഥയിലും ജപിക്കാവുന്നതാണ്. അതുപോലെ ഭഗവത് പ്രേമം നമുക്ക് കിട്ടാനായിട്ട്, മനസ്സിൽ സമാധാനം കിട്ടാനായിട്ട് ഏറ്റവും നല്ലത് ഹരിനാമം എന്ന് മാതാജി പറഞ്ഞു. ഇതൊരു പ്രാർത്ഥനയാണെന്ന് പറഞ്ഞു, ആരാധനയാണ്, മനസ്സിന്റെ ശുദ്ധീകരണമാണ്. അതുപോലെ മനസ്സിന് ശാന്തി, ഭയം, ദുഃഖം എല്ലാം ഇതിൽ നിന്നും മാറിപ്പോകുന്നു അല്ലെങ്കിൽ ഓടിപ്പോകുന്നു എന്ന് പറഞ്ഞു. രാവിലെ കുറച്ച് സമയം എല്ലാവരും ഇത് എടുത്തിട്ട് ജപിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ 3 മാസം എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത് അത് തന്നെയാണ്, ഒരു റൗണ്ട് എങ്കിലും ചാൻറ്റ് ചെയ്യണം, ജപിക്കണം. അതുപോലെ മരണസമയത്ത് ഓർക്കാൻ നമുക്ക് ഇപ്പോഴേ നമ്മൾ പഠിച്ചാലേ നമുക്ക് ആ മരണസമയത്തെങ്കിലും നമുക്ക് ഓർക്കാൻ സാധിക്കുകയുള്ളൂ എന്നും മാതാജി നല്ല രീതിയിൽ ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞു. എല്ലാം കൊണ്ടും നമുക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്ത മാതാജിക്ക് വളരെ വളരെ നന്ദി. ഭഗവാൻ മാതാജിക്ക് നല്ല സമാധാനവും സുഖവും നൽകട്ടെ എന്ന്, ശാന്തിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മാതാജി. താങ്ക് യു. ഹരേ കൃഷ്ണ മാതാജി. അപ്പൊ ഇനി അടുത്ത സെഷൻ നമുക്ക് ഭഗവത്ഗീതയുടെ കൺക്ലൂഷൻ ആണ്. ഞാൻ ദീനനാഥ് വിട്ടൽ പ്രഭുവിനെ വിളിക്കുന്നു. അത് ഇന്നത്തെ സെഷനിലെ സ്പീക്കർ ഗോപാൽ പ്രഭു ആണ്. അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ദീനനാഥ് വിട്ടൽ പ്രഭു വരട്ടെ. ഹരേ കൃഷ്ണ. ഓവർ ടു യു പ്രഭു. ഹരേ കൃഷ്ണ. അപ്പോൾ ഇന്നത്തെ അവസാനത്തെ ഈ കൺക്ലൂഷനായിട്ട്, ഈ കോഴ്സിന്റെ കൺക്ലൂഷനായിട്ട് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത് ശ്രീ ഗോപാൽ ഗുരു പ്രഭുവാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം കുട്ടിക്കാലം മുതൽക്ക് തന്നെ വിദ്യാഭ്യാസത്തിൽ മികച്ച വിജയം കൈവരിച്ചു. CBSE 10ാം ക്ലാസ്സിലൊക്കെ +2-ലൊക്കെ ഉയർന്ന മാർക്കുകൾ നേടി വളരെ ശ്രദ്ധേയനായി. തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി. അതിനുശേഷം കോഗ്നിസന്റ് ടെക്നോളജി സൊല്യൂഷൻസിൽ ഇന്ത്യയിലും അമേരിക്കയിലും സേവനം അനുഷ്ഠിച്ചു. പിന്നീട് ലേണിംഗ് മേഖലയിലേക്ക് മാറി. ആഗോളതലത്തിൽ പ്രശസ്തമായ പല സ്ഥാപനങ്ങളോടൊപ്പം
പ്രവർത്തിച്ചു. അദ്ദേഹത്തിന്റെ പ്രധാന താല്പര്യ മേഖലകൾ എന്ന് പറയുന്നത് ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ, സ്പിരിച്വൽ കൗൺസിലിംഗ്, കർണാടക സംഗീതം, മ്യൂസിക് തെറാപ്പി തുടങ്ങിയവയാണ്. സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ഇസ്കോണുമായി ബന്ധപ്പെട്ടു. ഹിസ് ഹോൾനെസ് ജയപ്രകാശ് സ്വാമി മഹാരാജിൽ നിന്ന് ഹരിനാമ ദീക്ഷ സ്വീകരിച്ചു. അദ്ദേഹം ഇസ്കോണിന്റെ ഭക്തിശാസ്ത്രി കോഴ്സ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചി എക്സ്റ്റൻഷൻ സെന്റർ ഇസ്കോൺ എക്സ്റ്റൻഷൻ സെന്റർ കൊച്ചിയുടെ മാനേജറാണ്. ഭക്തിവേദാന്ത ബുക്ക് ട്രസ്റ്റിന്റെ കേരള വിഭാഗത്തിന്റെ ട്രാൻസ്ലേഷൻ സർവീസസിന്റെ തലവനാണ് അദ്ദേഹം. കൊച്ചിയിൽ ഒരു സമഗ്ര ആത്മീയ സാംസ്കാരിക കേന്ദ്രം വികസിപ്പിക്കുന്ന മഹത്തായ പദ്ധതിക്ക് നേതൃത്വം നൽകുകയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് ക്ലാസ് നൽകുന്നതിനായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹരേ കൃഷ്ണ പ്രഭു, ഓവർ ടു യു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. കേൾക്കുന്നുണ്ടോ? സൗണ്ട് ഓക്കെ ആണോ? കേൾക്കാം. കുറച്ച് ഫീഡ്ബാക്കാണ്, കുറച്ചുകൂടെ വോളിയം വെക്കണം പ്രഭു. നോർമൽ വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഹരേ കൃഷ്ണ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കാം പ്രഭു. എനിക്ക് അത്ര വ്യക്തമായിട്ട് കേൾക്കുന്നില്ല. ഒരു ജസ്റ്റ് You're now connected to Boatzone 1000. just 1 second. ഹരേ കൃഷ്ണ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഓമജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിനിതി നാമിനെ. നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണി. जय श्री कृष्ण चैतन्य प्रभु नित्यानंदा श्री अद्वैत गदाधर श्रीवासदि गौर भक्त वृंदा. हरे कृष्णा 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 हरे 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 राम 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 हरे हरे. मूकं करोति वाचालं पंगुं लंघयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्. ഹരേ കൃഷ്ണ. എല്ലാവരും ഒന്ന് ഹരേ കൃഷ്ണ പറയാമോ? എനിക്ക് ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. മേ ബി എനിക്ക് സ്പോട്ട്ലൈറ്റ് വേണ്ട, എല്ലാവരും കാണാൻ സാധിച്ചെങ്കിൽ ലാസ്റ്റ് സെഷൻ ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് വീഡിയോയിൽ വന്ന് ഇത്രയും നാള് പരസ്പരം ആരുടെ കൂടെയാണ് പഠിച്ചത് എന്ന് പറഞ്ഞ് കാണാൻ പറ്റിയെങ്കിൽ നന്നായിരുന്നു. I don't want the spotlight. Maybe I'll remove it. Okay. So thank you. കുറച്ച് പേര് വീഡിയോയിൽ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പേരുകൾ മാത്രമാവും, നമുക്ക് മുഖങ്ങളും കൂടി കാണുമ്പോഴാണ് കുറച്ചുകൂടി ഇന്ററാക്ട് ചെയ്യാൻ, പരസ്പരം അറിയാനും കാര്യങ്ങൾ പങ്കിടാനും സാധിക്കുന്നത്. സോ എനിക്ക് ഇന്ന് പറയാനുള്ളത് കുറച്ച് കാര്യങ്ങളായിരുന്നു. ലാസ്റ്റ് നമ്മൾ ഇത്രയും നാള് ഭഗവത്ഗീത നമ്മൾ പഠിച്ചു, ഇനി നമ്മൾ ഇതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തും എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചായിരുന്നു സംസാരിക്കാനുണ്ടായിരുന്നത്. അതിനു മുൻപ് കുറച്ച് നേരം, ഒരു 5 മിനിറ്റ്, നമുക്കൊരു 9:15 വരെയാണല്ലോ സമയം, അപ്പൊ ഒരു 3/4 മണിക്കൂറുണ്ട്. അപ്പോ കുറച്ചു പേരിൽ നിന്നെങ്കിലും ഈ കോഴ്സ്
എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണ് ഈ കോഴ്സ് തുടങ്ങി 3 മാസമായി അല്ലേ? 3 മാസമായില്ലേ? അതെ. ജനുവരി, അതെ. റൈറ്റ്. അപ്പൊ ഈ 3 മാസങ്ങളില് എന്താണ് നിങ്ങൾ പഠിച്ചത്? അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയണ്ട, ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് കൊണ്ടുണ്ടായ ഒരു പ്രയോജനം എന്താണെന്നൊരു 4-5 പേരെങ്കിലും ഒന്ന് ഷെയർ ചെയ്താൽ കൊള്ളായിരുന്നു. നമ്മുടെ എക്സിസ്റ്റിംഗ് ദീക്ഷ എടുത്ത് ഡിവോട്ടീസിനോട് അല്ല പറയുന്നത്, ആദ്യമായിട്ട് ഇതുപോലൊരു ഭഗവത്ഗീത കോഴ്സ് അറ്റൻഡ് ചെയ്തവർ. ഇസ്കോന്റെ കോഴ്സ് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നവരാരൊക്കെ ഉണ്ട്? ഒന്ന് ഹാൻഡ് റേസ് ചെയ്യാമോ? ഇതിലല്ല, ഇവിടെ ഒരു ഹാൻഡ് ഉണ്ട്, അറിയാമോ? റിയാക്ട് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് റേസ് ഹാൻഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അറിയാമോ? ഓക്കെ. അല്ലെങ്കിൽ കൈ കാണിച്ചാലും മതി, വീഡിയോ. ഓക്കെ, ആദ്യമായിട്ടാണ്. ഓക്കെ, ഫൈൻ. ഓക്കെ, 1 2 3 4. ഓക്കെ, താങ്ക് യു. അപ്പൊ ഈ കൈ ഉയർത്തി വരെ ആരെങ്കിലും ഒന്ന് സംസാരിച്ചാൽ വളരെ ഉപകാരമായിരുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. പറയൂ മാതാജി. ശ്യാമള മാതാജി. ഞാൻ പറവൂര് വഴിക്കുളങ്ങര എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. പറവൂരാണ്. ഓക്കെ. അതെ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഭഗവത്ഗീത ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത്. എല്ലാ ദിവസവും ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിച്ചില്ല, പക്ഷെ ഒരു ദിവസം പോലും മുടക്കം കൂടാതെ ഇതിലെനിക്ക് കയറാൻ സാധിച്ചു. അതിന് ഗീതാ മഹാത്മ്യവും ഹരിനാമ മഹാത്മ്യവും എല്ലാം മനസ്സിലാക്കി. ഇനി ഇത് കൂടുതൽ പഠിക്കണം, അറിയണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഓക്കെ, വളരെ സന്തോഷം. അപ്പോ മാതാജി എത്ര വയസ്സായി? എനിക്ക് 73 വയസ്സായി. 73 വയസ്സായി. ഇപ്പൊ വീട്ടിൽ ബാക്കി എല്ലാവരും അറ്റൻഡ് ചെയ്തോ? ആരെങ്കിലും അറ്റൻഡ് ചെയ്തായിരുന്നോ? ഇല്ല, ആരുമില്ല. അവര് കേൾക്കും, ഞാനിങ്ങനെ വെച്ചിരിക്കുമ്പോ അവര് കേൾക്കാറുണ്ട്. ഓക്കെ, ഓക്കെ, വളരെ സന്തോഷം. താങ്ക് യു. എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്തു എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ഉത്സാഹം. കാര്യം അത്രയൊരു ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ ഒരു നിശ്ചയദാർഢ്യത്തോടെ അത് കേട്ടു എന്നുള്ളത് വളരെ സന്തോഷം. ഇനിയും കൂടുതൽ അറിയണം എന്നുള്ള ആഗ്രഹമുള്ളതും വളരെ സന്തോഷം. നമുക്ക് താങ്ക് യു മാതാജി. അടുത്തത് ഒരു 3-4 പേരും കൂടി നമുക്ക് കേൾക്കാമല്ലോ അല്ലേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. എനിക്കിത് വളരെ സന്തോഷവും സംതൃപ്തിയൊക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ ഗീതയിലൂടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇനിയും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കൂടുതൽ സമയം എടുത്തുകൊണ്ട്, ഇതിപ്പം 1 മണിക്കൂറല്ലേ 3 മാസം കൊണ്ട്, അത് കൂടുതൽ കാലയളവിൽ പഠിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതായത് വിശദമായിട്ട് തന്നെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട് അല്ലേ? വളരെ സന്തോഷം. എവിടെ നിന്നാണ് സ്ഥലം? എളമക്കര. എളമക്കര. ഓക്കെ, വളരെ സന്തോഷം. പിന്നെ അടുത്തത് കുറച്ചു പേര് മറ്റാരാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്? പ്രണാം പ്രഭുജി. ഞാനിപ്പോ ഫുള്ളായിട്ട് 3 മാസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അതുകൊണ്ട് ഇനിയിപ്പെടുന്ന അങ്ങോട്ട് ദിവസവും പ്രാക്ടീസ് ചെയ്തിട്ട് ഇതിൽ കുറച്ചൊന്നുകൂടി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഞാൻ നടത്താറുണ്ട്. ഡെയിലി ഞാൻ വായിച്ചു നോക്കി ഇത് കേട്ട് മനസ്സിലാക്കാനും, പിന്നെ വീഡിയോയിൽ ഞാൻ വേറൊരു ആളുടെ ഇതുമാതിരി പ്രഭാഷണം കേട്ട് ഇത് പഠിച്ച് ഞാൻ മനസ്സിലാക്കാനുള്ള താല്പര്യം എനിക്ക് വളരെ കൂടുതലായിട്ട്, ഇൻസ്പിറേഷൻ ഇതിന്നാണ് എനിക്ക് കിട്ടിയത് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തതുകൊണ്ട്. പിന്നെ ഈശ്വരനെ അടുക്കാനുള്ളതായിട്ടുള്ള ഒരു മാർഗം കൂടി ആണ് എന്നുള്ള തെളിഞ്ഞതോടുകൂടി തന്നെ മനസ്സിൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ല സന്തോഷത്തോടെയാ തിങ്കളും ബുധനും വെള്ളിയും ഞാൻ ഉണരണത്. ബെഡിൽ നിന്ന് എണീക്കും പറയോ, അയ്യോ 8 മണിക്ക് ക്ലാസ് ഉള്ളതല്ലേ എന്നുള്ള സന്തോഷത്തോടെയാ സർ ഞാൻ ഉണരണത്. അപ്പൊ ഇനി എന്ത് ചെയ്യും? ഇന്നത്തോടെ കഴിയുന്നല്ലോ. ഞാൻ തന്നെ പ്രാക്ടീസ് ചെയ്യും. സന്തോഷം. എവിടെയാണ് സ്ഥലം? നമ്മുടെ തൃക്കാക്കര അമ്പലത്തിന്റെ അടുത്തായിട്ട്, ഈ പൂക്കാട്ടുപടരേക്ക് അടുത്താണ്. തൃക്കാക്കര അമ്പലത്തിനടുത്ത് വള്ളത്തോൾ ജംഗ്ഷൻ ഒക്കെ ആണോ?
അതിന്റെയൊക്കെ ഇന്ന് കുറച്ചുകൂടി അടുത്താണ്. അതിന്റെയൊക്കെ അടുത്തായിട്ട് വരും. ഞങ്ങളിപ്പോ പുതിയതായി, ഞാൻ പാലക്കാട് നിന്നാണ്. ഇപ്പൊ അവിടെ വീട് വാങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. അങ്ങനെ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയ പ്രാക്ടീസ് ഒന്നും ഇല്ല സാർ. അത് കാരണം ലൊക്കേഷനൊക്കെ അങ്ങോട്ട് പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടായിട്ട് വരും, എക്സാക്ട് പറയാൻ. വള്ളത്തോളിന്റെയൊക്കെ അടുത്താണ്. വളരെ സന്തോഷം ഇത് കേട്ടത്. റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്തു എന്നുള്ളതും മാത്രമല്ല സ്വയം ഭക്തി പരിശീലിക്കാൻ ഒരു ഡിസിഷൻ എടുത്തു എന്നുള്ളതും ഐ തിങ്ക് ഇവിടുത്തെ ഓർഗനൈസേഴ്സിന് ഇതിലും കൂടുതൽ ഒരു എന്താ പറയാ, ഒരു റിവാർഡിന്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു അല്ലെ? വളരെ സന്തോഷം. താങ്ക് യു. താങ്ക് ഒരു യു സർ. 3-4 പേരുടെയും കൂടെ കേട്ടാലോ? ഞാൻ സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ ഇത് കേൾക്കുന്നതിൽ ഒരു ആനന്ദം തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഒരു 3-4 പേരും കൂടി ഓവർ വൺസ് ഷെയർ ചെയ്യാം. Who wants to speak? ആർക്കാണ്? അഞ്ജലി പേര് വിക്രമൻ ഉം. സംസാരിക്കൂ, കുഴപ്പമില്ല. രണ്ടുപേരും കൂടി കൈവക്കിയിട്ടുണ്ട് പ്രഭു. ഒന്ന് ജയന്തി അജിത്. അജിത് കുമാർ, പിന്നെ സ്മിത കൃഷ്ണൻ, രണ്ടുപേരെ കൈവക്കിയിട്ടുണ്ട് പ്രഭു. ഓക്കെ, അത് സംസാരിക്കാനാണോ കൈപൊക്കിയെന്ന് അറിയില്ല. എന്തായാലും അഞ്ജലി മാതാജി സംസാരിക്കും. പ്രഭുവിന്റെ ക്ലാസ് ഞാൻ ഓൾറെഡി അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളാണ്. പ്രഭു ഇന്ന് വരണമെന്ന് കേട്ടപ്പോൾ വളരെ സന്തോഷമായിരുന്നു. പ്രഭുവിനെ ഒന്നുകൂടി കാണാൻ കുറെ ആയി കണ്ടിട്ട്. വെരി ഗുഡ്. ഭഗവത്ഗീത എല്ലാ ദിവസവും വായിക്കാനുള്ള ഇൻസ്പിറേഷൻ ആണ് പ്രഭു തുടങ്ങി തന്നതാണ്. അതിപ്പോ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറെ മാസങ്ങളായിട്ട്. കഴിഞ്ഞ ക്ലാസ് മുതൽ ഇപ്പോഴും ഒരു ശ്ലോകമെങ്കിലും വായിക്കാണ്ട് പോകുന്നില്ല. എപ്പോഴും എടുത്ത് വായിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ അത് ഇസ്കോണിന് ഒരുപാട് നന്ദിയുണ്ട് അതില്. താങ്ക് യു മാതാജി. ഹരികൃഷ്ണ. താങ്ക് യു. സ്ഥലം എവിടെയായിരുന്നു? ഞാന് ചേരനല്ലൂര്. അവിടെ എന്റെ മോന് സമ്മർ ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എളമക്കരയില്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇനി ആരാണ്? 1-2 പേരും കൂടി. ജയന്തി മാതാജി അൺമ്യൂട്ട് ചെയ്യണം. ഒരു മിനിറ്റ്. യെസ്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജയന്തി അജിത് കുമാർ, പറവൂരിൽ നിന്നാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ മുഴുവനും ക്ലാസ് അറ്റൻഡ് ചെയ്തു. ചില സമയത്തൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും എല്ലാ ക്ലാസ്സസും അറ്റൻഡ് ചെയ്തു. എനിക്കും വളരെ ഇഷ്ടപ്പെട്ടു ക്ലാസ്സസ് എല്ലാം. ഭഗവത്ഗീത ആദ്യമായിട്ടാണ് ഇത് മുഴുവനും കവർ ചെയ്ത്. വളരെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിക്കണം എന്നുണ്ട്. ഇനിയും ക്ലാസ്സസ് ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യും. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി, താങ്ക് യു സോ മച്ച്. ലാസ്റ്റ് ആരാണ് പോകുന്നത്? വൺ ലാസ്റ്റ്. സ്മിത കൃഷ്ണൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഉണ്ടോ? സംസാരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ലാസ്റ്റ് അവസരമാണ്. സ്മിത കൃഷ്ണൻ അവിടെ ഉണ്ടോ? അൺമ്യൂട്ട് പ്ലീസ്. അൺമ്യൂട്ട് ചെയ്തോളൂ. എന്തോ ഒരു ഓഡിയോ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? കേൾക്കുന്നില്ല. എന്തോ എക്കോ വരുന്നുണ്ട്, എന്തോ ഓഡിയോ ഇഷ്യൂ ഉണ്ട്. കേൾക്കുന്നില്ല. മേ ബി ഒരു കാര്യം ചെയ്താൽ മതി, സ്മിത കൃഷ്ണൻ ഒന്ന് ചാറ്റിൽ ഇട്ടാൽ മതി. റൈറ്റ്? കേൾക്കുന്നില്ല. നോട്ട് ഏബിൾ ടു ഹിയർ. ഒന്ന് ചാറ്റിൽ ഇട്ടാൽ മതി മേ ബി. ഓക്കെ, സോ നമുക്കിനി സമയം കുറവുള്ളത് കൊണ്ട് കറക്റ്റ് ഒരു അരമണിക്കൂറുണ്ട്.
സോ ഈ അരമണിക്കൂറിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, കഴിഞ്ഞ ഒരു 3 മാസത്തെ പല പല ഭക്തന്മാരുടെ ജോയിന്റ് ആയിട്ടുള്ള ഒരു എഫേർട്ട് കാരണം ഇത്രയും നല്ലൊരു പ്രോഗ്രാം ഇവിടെ നടന്നതിന്റെ ഒരു സൂചന എന്താ പറയാ, നിങ്ങളുടെയൊക്കെ ആ ഫീഡ്ബാക്കിൽ ശരിക്കും കാണുന്നുണ്ട്. കാരണം ഒരു ദിവസം വിടാതെ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അതില് ഒരു ടേസ്റ്റ് ഇല്ലാതെ, അതിലൊരു എന്തൂസിയാസം ഇല്ലാതെ ചെയ്യാൻ സാധിക്കില്ല അല്ലെ. അപ്പൊ അതിനർത്ഥം ഇത് എല്ലാവരും ഇവിടെ ക്ലാസ് എടുത്തവരും അതേപോലെ തന്നെ അത് പഠിക്കാൻ മുന്നോട്ട് വന്നവരും എല്ലാവരും നിങ്ങളുടെ ആ ഒരു എന്തൂസിയാസം ഇതിൽ കാണിക്കുന്നുണ്ടെന്നുള്ളതിൽ നമുക്ക് ഡൗട്ടേ ഇല്ല. ഇപ്പൊ ചോദ്യം ഇതാണ്, ഇപ്പൊ എല്ലാവരും വളരെ ഉത്സാഹഭരിതരായിട്ടിരിക്കുന്നു. ഇനി കുറച്ചു കാലം കഴിയുന്ന സമയത്ത് ഇതേ ഉത്സാഹം നിലനിർത്തണമെങ്കിൽ, ഇഫ് യു വാണ്ട് ടു മെയിൻറ്റെയിൻ ദ സെയിം എന്തൂസിയാസം, നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അല്ലെ. സോ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മളൊരു മരുന്ന് മേടിച്ചു. ഓക്കെ, നമുക്കൊരു അസുഖമുണ്ട്, നമ്മൾ മരുന്ന് മേടിച്ച് നമ്മൾ നല്ല പവർഫുൾ മരുന്നാണ്. പക്ഷെ നമ്മൾ ആ മെഡിസിൻ വന്നിട്ട് നമ്മൾ ഷെൽഫിൽ കൊണ്ടുവച്ചു എന്നിരിക്കട്ടെ, വീട്ടിൽ മേടിച്ച് നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണുന്ന, ദിവസവും രാവിലെ കണി കാണാവുന്ന രീതിയിൽ നമ്മളത് ഷെൽഫിൽ വെച്ചു, എടുത്ത് കുടിച്ചില്ല. എന്ത് സംഭവിക്കും? അസുഖത്തിന് എന്ത് സംഭവിക്കും? രോഗം മാറില്ല, അസുഖം വർദ്ധിക്കും. അസുഖം അവിടെ തന്നെ ഇരിക്കും അല്ലെ. മരുന്ന് അവിടെ ഇരിക്കും, അസുഖം അവിടെ ഇരിക്കും. എന്ന് പറയുന്നത് പോലെ നമ്മളൊക്കെ ഭഗവത്ഗീത ബുക്ക് മേടിച്ചു, അല്ലെങ്കിൽ നമ്മൾ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്തു, വായിച്ചു. പക്ഷെ നമ്മളത് അപ്ലൈ ചെയ്തില്ലെങ്കിൽ, നമ്മളത് ദിവസവും നമ്മൾ കഴിച്ചില്ലെങ്കിൽ, അത് സ്വീകരിച്ചില്ലെങ്കിൽ, നമുക്ക് അതിന്റെ ഫുൾ എഫക്റ്റ് നമുക്ക് കിട്ടാൻ പോകുന്നില്ല അല്ലെ. ഓക്കെ, ഐ തിങ്ക് സ്മിത 2 ഇതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ. 2 ഡിവൈസസ്. ദാറ്റ്സ് വൈ that might be a feedback. Anyway, സോ അതുപോലെ തന്നെയാണ് നമ്മൾ ഭഗവത്ഗീത നമ്മൾ ഡെയിലി, അത് മാത്രമല്ല മരുന്ന് ഒരു പ്രാവശ്യം കഴിച്ചാൽ മതിയോ? ഇല്ല. ഡോക്ടർ പറയുന്ന രീതിക്ക് ഡെയിലി നമ്മൾ അതിന്റെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ ക്രമേണ ആ രോഗം മാറി വരുന്നു, റൈറ്റ്? സോ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ലോകത്തിലുള്ള നമ്മുടെ രോഗം എന്ന് പറയുന്നത് എന്താണ്? ഈ ലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു മെയിൻ ഡിസീസ് എന്ന് പറയുന്നത്, ഈ ലോകത്തിലെ മെയിൻ ഡിസീസ് എന്താണെന്നറിയോ? ഭയം എന്ന് പറയും, ഫിയർ. ശരിയാണോ? ആങ്സൈറ്റി, ഫിയർ. നാളെ എന്ത് സംഭവിക്കുന്നു നമുക്കറിയില്ല. ഈ ലോകത്തിലെല്ലാം അശാശ്വതമാണ്, നശ്വരമാണ്. ഇന്നുള്ളത് നാളെ ഇല്ല. ശരിയല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്? ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല അല്ലെ. അപ്പൊ അങ്ങനെ ടെമ്പററി ആയിരിക്കുന്ന ഈ ലോകത്തില് എപ്പോ എന്ത് സംഭവിക്കുന്നെന്ന് ഒരു ഐഡിയ ഇല്ല അറിയാൻ. ശരിയല്ലേ? ഫോർ എക്സാമ്പിൾ നമ്മള് ഇപ്പൊ ഇത് തന്നെ, ഇപ്പോഴത്തെ യുദ്ധം തന്നെ നമുക്ക് പറയാം. ഒട്ടും പ്രതീക്ഷിക്കാതെ ലോകത്തിൽ തന്നെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലങ്ങൾ എന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങളാണ് ഇന്ന് ആക്രമിക്കപ്പെടുന്നത്. ശരിയല്ലേ? ഏറ്റവും സുരക്ഷിതമായ സ്ഥലങ്ങൾ എന്ന് പറയുന്ന സ്ഥലങ്ങൾ ആക്രമിക്കപ്പെടുന്നു. അതേപോലെ തന്നെ ഏറ്റവും സുരക്ഷിതരായ വ്യക്തികൾ എന്ന് വിചാരിക്കുന്ന പല വ്യക്തികളും, ഞാനത് കേട്ടത് ഇങ്ങനെയായിരുന്നു. അതായത് ഐ തിങ്ക് രാധികേഷ് പ്രഭുവാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ഏറ്റവും വലിയ, ഇപ്പൊ ലോകത്തിലെ ഏറ്റവും ഉയർന്ന കെട്ടിടം ബുർജ് ഖലീഫ, അതില് $multi-million കൊടുത്തിട്ട് അതിന് ഫ്ലാറ്റ് വാങ്ങിച്ച വ്യക്തികൾ, എത്രയോ കോടീശ്വരന്മാര്. ഈ ഒരു ആക്രമണം വന്ന സമയത്ത് പെട്ടെന്ന് അവരവരുടെ ജീവനും കൊണ്ട് അത്രയും മുകളിലത്തെ നിലയിൽ നിന്ന് ഇതേ ബിൽഡിങ്ങിന്റെ ബേസ്മെന്റിൽ വന്നിട്ട് അവിടെ സംരക്ഷണത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു റിപ്പോർട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് ഇല്ലേ. ഇതാണ് ലോകത്തിന്റെ അവസ്ഥ. പണ്ട് ഗുജറാത്തിലെ വലിയ ധനികരായിട്ടുള്ള ക്രോർപതീസ് ബിസിനസ്സുകാരുണ്ടായിരുന്നു.
അവിടെ ഭുജ് എന്ന് പറയുന്ന സ്ഥലത്ത് എർത്ത് ക്വേക്ക് വന്ന സമയത്ത് ഓർമ്മയുണ്ടോ? ഗുജറാത്തിൽ ഒരു ഭൂമികുലുക്കം വർഷങ്ങൾക്ക് മുമ്പ്, ദശാബ്ദങ്ങൾക്ക് മുമ്പ് വന്നു. 2002 ആ ഒരു കാലഘട്ടം 2000 കാലഘട്ടം അല്ലേ? മേ ബി അറൌണ്ട് 2000 റേഞ്ചില്. സോ ആ സമയത്ത് 26 ജനുവരി 2000. 26 ജനുവരി 2000. 26 ജനുവരി 2000. വാ, ഓക്കെ. സോ അങ്ങനെ ആ സമയത്ത് ഈ ഭൂമി ഉൽക്കം വന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് പറയണം, ഒരാളുടെ റിപ്പോർട്ട് പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. വലിയ കോടീശ്വരനായിരുന്നു, അദ്ദേഹത്തിന് എല്ലാ ആസ്തിയും കാറും ബിസിനസ്സും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ഭൂമി കുലുക്കം കാരണം അദ്ദേഹത്തിന്റെ ജീവിതം നിലംപരിശായി. എന്നിട്ട് അവിടെ അഭയാർത്ഥികളുടെ റെഫ്യൂജീസിന്റെ ആ ലൈനിൽ അവർ ആഹാരത്തിന് നിൽക്കുന്ന, ബ്രെഡിനും പാലിനും വേണ്ടി നിൽക്കുന്ന സമയത്ത് അതിലൊരാളായി ഈ വ്യക്തി നിൽക്കുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഈ ലോകം ഇങ്ങനെയാണ്, ദുഃഖാലയം അശാശ്വതം എന്ന് പറയുന്ന ലോകമാണ്. അങ്ങനെ അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ആത്മീയ ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഇപ്പൊ ബൈബിൾ എടുത്താലും ശരി, വേറെ പല ഗ്രന്ഥങ്ങൾ എടുത്താലും സൃഷ്ടിയിൽ നിന്നാണ് തുടങ്ങുന്നത്, ഇല്ലേ? ആദ്യം എന്തായിരിക്കും? ലോകമൊന്നും ഉണ്ടായിരുന്നില്ല, ദൈവം ഉണ്ടായിരുന്നു, ദൈവം ആഗ്രഹിച്ചു, സൃഷ്ടി ഉണ്ടായി, അങ്ങനെയാണ് തുടങ്ങുന്നത്. ശരിയല്ലേ? മനസ്സിലാവുന്നുണ്ടോ? യെസ്, യെസ്, അതെ. പക്ഷേ ഭഗവത്ഗീത എവിടെ നിന്നാണ് തുടങ്ങുന്നത്? വളരെ ഒരു ഡിഫറെന്റ് സ്ഥലത്ത് നിന്നാണ് തുടങ്ങുന്നത്. ഭഗവത്ഗീത തുടങ്ങുന്നത് കുരുക്ഷേത്രത്തിലെ യുദ്ധഭൂമിയിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ തുടങ്ങുന്നതെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കും. നമ്മളൊക്കെ നമ്മുടേതായ യുദ്ധഭൂമിയിലാണ് ജീവിക്കുന്നത്, അല്ലെ? ചിലർക്ക് അവരുടെ ജോലി സ്ഥലം ഒരു യുദ്ധഭൂമി ആയിരിക്കും. കാര്യം കറക്റ്റായിട്ട് പെർഫോം ചെയ്ത് ഓരോ ക്വാർട്ടറിലും ആ ക്വാർട്ടറിലുള്ള റിസൾട്ട്സ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ആഗ്രഹിച്ച പ്രൊമോഷൻ കിട്ടില്ല, ചിലപ്പോൾ ജോലിയേ ഉണ്ടായിരിക്കില്ല. ചിലർക്ക് ജോലി സ്ഥലം, മറ്റു ചിലർക്ക് രാഷ്ട്രീയപരമായിട്ട് ഇപ്പൊ എലക്ഷൻ വരാൻ പോകുന്നു, അതാണ് അവരുടെ യുദ്ധഭൂമി. ചിലർക്ക് പിന്നെ കുടുംബം തന്നെ ആയിരിക്കും, വീട്ടിനകത്ത് തന്നെ വഴക്കുണ്ടാക്കുന്നവരുണ്ട്. ഇങ്ങനെ നമുക്ക് ഓരോരോ യുദ്ധഭൂമികളുണ്ട് നമുക്ക് ജയിക്കാൻ, അർജുനനെ പോലെ തന്നെ, അല്ലെ? അപ്പൊ ആ സമയത്ത് സ്വാഭാവികമാണ്, ഓരോ മനുഷ്യനും സ്വാഭാവികമാണ് നമുക്ക് പ്രശ്നങ്ങളും അതുപോലെ നമുക്ക് ചലഞ്ചസ്, പലതരത്തിലുള്ള വെല്ലുവിളികളും വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഏതെങ്കിലും ഒരു സമയത്ത് എന്നെ കൊണ്ട് ഇത് സാധിക്കില്ല, ഞാൻ മാത്രമായിട്ട് ഈ പടപൊരുതാൻ സാധിക്കില്ല, എനിക്ക് ആരെങ്കിലും ഒരു കൈത്താങ് ആവശ്യമുണ്ട്, എനിക്കൊരു സഹായം ആവശ്യമുണ്ട്, എനിക്കൊരു അവലംബം ആവശ്യമുണ്ട്. ഈ പറയുന്നതിനോട് യോജിക്കാൻ ആർക്കെങ്കിലും സാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റേസ് ചെയ്യുക, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ് മ്യൂട്ട് ചെയ്യുക. ഈ ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോരാടാൻ നമുക്ക് സാധിക്കുമോ? അതോ നമുക്ക് ഹെൽപ്പ് ആവശ്യമുണ്ടോ? ഹെൽപ്പ് ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ഹെൽപ്പ് ആവശ്യമുണ്ട്, അല്ലേ? സംശയമേ ഇല്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അർജുനൻ എങ്ങനെയാണ് ഭഗവാന്റെ ഹെൽപ്പ് എടുക്കേണ്ടതെന്ന് കാണിച്ചു തരുന്നത്. അർജുനനും കൃഷ്ണനും തമ്മിലുള്ള ആ ഒരു ഭഗവത്ഗീത സംഭാഷണത്തിന്റെ തുടക്കത്തില് ഏറ്റവും ആദ്യത്തെ അധ്യായത്തിന്റെ പേരെന്താണ് ഭഗവത്ഗീതയുടെ? അർജുന വിഷാദയോഗം. അർജുന വിഷാദയോഗം. ഓക്കെ, അതില് അർജുനന്റെ ദുഃഖത്തിൽ നിന്നാണ് ഭഗവത്ഗീത തുടങ്ങുന്നത്. എന്നെ കൊണ്ട് മാത്രം ഈ കുരുക്ഷേത്ര യുദ്ധം, ഈ ഒരു ഇതില് എനിക്ക് ജയിക്കാൻ സാധിക്കില്ല. ഇതിൽ ഞാൻ ജയിക്കണോ, യുദ്ധം ചെയ്യണോ, അതോ എല്ലാം എൻ്റെ ബന്ധുക്കളാണ്, അപ്പുറത്തിരിക്കുന്നവരും എൻ്റെ ബന്ധുക്കളാണ്, ഇല്ലേ? എനിക്ക് അഭിവന്ദ്യരായ ഗുരുക്കന്മാരുണ്ട്, എൻ്റെ പിതാമഹന്മാരുണ്ട്, എൻ്റെ സുഹൃത്തുക്കളുണ്ട്, എനിക്ക് എൻ്റെ അമ്മാവന്മാരുണ്ട്, എന്നെക്കാളും ഇളയതായിട്ടുള്ള ഞാൻ മക്കളെ പോലെ കരുതുന്ന വ്യക്തികളുണ്ട്. ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞ അർജുനൻ എന്ത് ചെയ്യണമെന്നറിയാതെ, മലയാളത്തിൽ പറയും ഇതി കർത്തവ്യഥാ മൂഢത്വം എന്ന് പറയും. എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും വ്യക്തതയില്ലാതെ അർജുനൻ വിഷമിച്ചിരിക്കുകയാണ്. അവസാനം ആ വിഷമത്തില് ശരീരമെല്ലാം വിറകൊള്ളുകയും അതേപോലെ തന്നെ കണ്ണുകൾ ശരിക്ക് കാണാൻ പറ്റാതെ ദുഃഖം കാരണം അശ്രുക്കൾ കൊണ്ട്, കണ്ണുനീര് കൊണ്ട് നിറയുകയും കയ്യിലുള്ള ഗാണ്ഡീവം വിറകൊണ്ട് അതിനെ ശരിക്ക് നിർത്താൻ പോലും
ഗാണ്ഡീവം ശരിയായിട്ട് പിടിച്ചില്ലെങ്കിൽ അർജുനൻ എങ്ങനെ അമ്പ് ചെയ്യാൻ സാധിക്കും? അത്രയ്ക്ക് പോലും ശക്തിയില്ലാതെ ആത്മധൈര്യം പൂർണ്ണമായിട്ടും ചോർന്ന് അവസാനം 1-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ അർജുനൻ എന്ത് ചെയ്യുന്നു? ഞാൻ ആ രഥത്തില് പറയുന്നുണ്ട്, വിസൃജ്യ സശരം ചാപം ശോകസംവിഘ്ന മാനസഹ എന്ന് പറയുന്നു. ആ ശരവും എന്ന് വെച്ചാൽ അമ്പും വില്ലും ഒക്കെ അങ്ങോട്ട് താഴേക്ക് ഇട്ടിട്ട് അർജുനൻ ദുഃഖിച്ചിങ്ങനെ തലയ്ക്ക് കയ്യും കൊടുത്തിരിക്കുന്നുണ്ട്. റൈറ്റ്? ഇതാണ് അർജുന വിഷാദ യോഗം. ആ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ വന്ന് കറക്റ്റായിട്ട് ഉപദേശങ്ങൾ പറയുന്നു. അർജുനൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉപദേശം പറയുന്നു. ഭഗവത്ഗീതയുടെ അവസാനത്തില് അർജുനൻ എന്ത് പറയുന്നു? നഷ്ടോ മോഹ സ്മൃതിർലബ്ധ ത്വത്പ്രസാദേന, എന്താണ്? ത്വത്പ്രസാദാൻ മയാച്യുത സ്ഥിതോസ്മി ഗത സന്ദേഹ കരിഷ്യേ വചനം തവ എന്ന് പറയുന്നു. നഷ്ടോ മോഹ, എൻ്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ തരത്തിലുള്ള കൺഫ്യൂഷനുകളും ആശയക്കുഴപ്പങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നഷ്ടമായി, അതെല്ലാം മാറി. സ്മൃതിർലബ്ധ, എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞൊരു സ്ഥിര ബുദ്ധി, മനസ്സിലായില്ലേ? ബുദ്ധി സ്ഥിരത എനിക്ക് കിട്ടി. ത്വത്പ്രസാദ, അല്ലയോ അച്യുത കൃഷ്ണ, അങ്ങയുടെ കാരുണ്യം കൊണ്ട് എനിക്ക് ആ ബുദ്ധി തിരിച്ചു കിട്ടിയിരിക്കുന്നു. സ്ഥിതോസ്മി ഗത സന്ദേഹ, എനിക്കിനി സന്ദേഹങ്ങളില്ല, സംശയങ്ങളില്ല എന്ന് പറയുന്നു. കരിഷ്യേ വചനം തവ, കൃഷ്ണ അങ്ങ് പറയുന്ന മാർഗത്തിൽ ചലിക്കാൻ ഇതാ അർജുനൻ ഞാൻ തയ്യാറായി കഴിഞ്ഞു എന്ന് പറയുന്നു. റൈറ്റ്? ഇങ്ങനെയാണ് ഭഗവത്ഗീത 18 അധ്യായങ്ങൾക്കുള്ളില് ഇതിൽ പറയുന്നത്, മഹാഭാരതത്തില് ഇതിനെക്കുറിച്ച് പറയുന്നത്, ഒരു യുദ്ധം തുടങ്ങാനിരിക്കുകയാണ്. ഓൾറെഡി എല്ലാവരും കൗരവ സൈന്യവും പാണ്ഡവ സൈന്യവും ഒക്കെ അറേഞ്ച്ഡ് ആയി കഴിഞ്ഞു, അവർ തയ്യാറായി കഴിഞ്ഞു. ഇനിയൊരു ശംഖുവിളിയുടെ ബാക്കിയേ ഉള്ളൂ. മനസ്സിലായില്ലേ? പണ്ട് എങ്ങനെയാന്ന് വെച്ചാൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷം മാത്രം ആക്രമിക്കുകയല്ല ചെയ്യുന്നു, 2 പക്ഷവും എഗ്രി ചെയ്യണം. 2 ഭാഗത്തു നിന്നും ശംഖനാദം ഉയരണം, എന്നാലേ ആ യുദ്ധം തുടങ്ങുള്ളൂ. കാര്യം ഇത് ധർമ്മയുദ്ധമായിരുന്നു. റൈറ്റ്? അപ്പൊ അർജുനന്റെ ഭാഗത്ത് നിന്ന് ഇനിയും ശംഖുവിളി കേട്ടിട്ടില്ല. അതുകൊണ്ട് കൗരവന്മാര് കാത്തിരിക്കുന്നു. ഇവിടെ എന്തോ കുറച്ചുകൂടെ അറേഞ്ച്മെന്റ് നടക്കുകയാണെന്ന് പറഞ്ഞിട്ട്, ഇവരെന്തോ തമ്മിൽ സംഭാഷണം എന്ന് പറഞ്ഞിട്ട് കൗരവന്മാര് കാത്തിരിക്കുകയാണ്. ഏകദേശം ഒരു 45 മിനിറ്റ് സമയം, അതിനുള്ളിലാണ് ഭഗവത്ഗീത മുഴുവൻ പറയപ്പെട്ടത് എന്നാണ് പറയുന്നത്. 18 അധ്യായവും ആ ചെറിയൊരു സമയം, 1 മണിക്കൂറിൽ കുറവേ ഉള്ളൂ. നമുക്കിന്ന് വായിച്ചാൽ 1 മണിക്കൂറിൽ കൂടുതലാവും. പക്ഷെ അന്ന് കൃഷ്ണനും അർജുനനും അവരുടെ നിലവാരം ആലോചിച്ച് നോക്കുക, അത്രയും പെട്ടെന്ന് ഭഗവത്ഗീത ഉപദേശം തീരുന്നു. പക്ഷേ ആ പറഞ്ഞ ചെറിയൊരു സമയത്ത് അർജുനന്റെ വിഷാദം ശ്രീകൃഷ്ണ ഭഗവാൻ മാറ്റിക്കൊടുത്തതുപോലെ തന്നെ കലിയുഗത്തിൽ പ്രത്യേകിച്ചും നമ്മളെപ്പോലുള്ള എത്രയോ എത്രയോ വ്യക്തികള് നമ്മുടേതായ യുദ്ധങ്ങളിൽ, നമ്മുടേതായ ജീവിത സമസ്യകളിൽ പെട്ട് നമ്മളെല്ലാവരും ബുദ്ധിമുട്ടും എന്ന് ഭഗവാൻ അറിയാവുന്നത് കൊണ്ട് എന്ത് ചെയ്തു? ഈ ഭഗവത്ഗീതയെ പ്രത്യേകം എടുത്ത് അതിനെ വ്യാസദേവൻ, വേദവ്യാസൻ പ്രശസ്തമാക്കി. ഇപ്പോ നമ്മൾ ലോകത്തിൽ തന്നെ ഏറ്റവും എന്താ പറയാ, ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന പുസ്തകം എന്ന് പറഞ്ഞാൽ അത് ഭഗവത്ഗീത ആയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രി ആയാലും ശരി, മറ്റ് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരെയും രാഷ്ട്രപതിമാരെയൊക്കെ കാണുമ്പോൾ ഏത് പുസ്തകമാണ് ഇപ്പൊ ഗിഫ്റ്റ് ചെയ്യുന്നത്? ഭഗവത്ഗീത. റൈറ്റ്? ഏറ്റവും ഇമ്പോർട്ടന്റ് ബുക്ക് ഭഗവത്ഗീതയാണ്. ശങ്കരാചാര്യർ പറയുന്നുണ്ട്, ഗീത സുഗീത കർത്തവ്യ കിമന്യൈ ശാസ്ത്ര വിസ്തരേ. ഗീത, ഭഗവത്ഗീത ഒന്ന് പഠിച്ചാൽ മതി, ബാക്കി എല്ലാം നമുക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം ചുരുക്കത്തിൽ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനെ ഭഗവത്ഗീത തീർച്ചയായിട്ടും പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബാംഗങ്ങളും പ്രത്യേകിച്ച് അടുത്ത തലമുറ കുട്ടികളെയും നമ്മൾ ഭഗവത്ഗീത പഠിപ്പിക്കേണ്ടത് തന്നെയാണ്. ഇനി ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഇവിടെ ഈ കോഴ്സ് ഇത്രയും ദിവസം ചെയ്തത് നമ്മള് ശ്രീല പ്രഭുപാദ്, അഭയ് ചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദിന്റെ ഭഗവത്ഗീത എഡിഷനാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഭഗവത്ഗീത എഡിഷനും ശ്രീല പ്രഭുപാദിന്റെ ഭഗവത്ഗീത യഥാരൂപം എന്ന് പറയുന്ന പുസ്തകമാണ്. യഥാരൂപം എന്ന് പറയാൻ കാരണം ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിൽ എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത്, റൈറ്റ്, ഭഗവാൻ പറഞ്ഞ ശ്ലോകങ്ങള് അതിന്റെ അർത്ഥവും കൂടി മനസ്സിലാക്കി അതിന്റെ ഭാവാർത്ഥം, അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ പർപ്പോട്ട് എന്നും മലയാളത്തിൽ ഭാവാർത്ഥം എന്നും പറയുന്നത്.
ഭഗവാൻ പറയുന്ന വാക്കുകൾ മാത്രമല്ല, ഏത് ഭാവത്തിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാക്കി കൃഷ്ണനിൽ നിന്ന് തന്നെ തുടങ്ങി വരുന്ന ഒരു പരമ്പര പ്രകാരം ആ ഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീല പ്രഭുപാദ് എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് കൃഷ്ണൻ പറയാത്ത, കൃഷ്ണൻ ഉദ്ദേശിക്കാത്ത ഒരു കാര്യങ്ങളും ഈ ഒരു എഡിഷനിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ മിക്കവാറും പേരുടെ കയ്യിൽ ഭഗവത്ഗീത യഥാരൂപം ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഏതെങ്കിലും ഒരു ഭാഷയിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങനെ ഇനിയും വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ദയവായിട്ട് ഈ എഡിഷൻ തന്നെ വായിക്കണം എന്നുള്ളൊരു പ്രത്യേക അഭ്യർത്ഥനയുണ്ട്. നമ്മുടെ ഇവിടെ ദിനകർ പ്രഭു ഉണ്ട്, ദീനാനാഥ് പ്രഭു ഉണ്ട്. ദിനകർ എന്നുള്ള പേരിൽ കാണാം. ഓർഗനൈസറാണ് നമ്മുടെ നളിന മാതാജി. ദിനകർ പ്രഭു ഉണ്ട്. ദയവായിട്ട് അവരെ സമീപിക്കുക. ഭഗവത്ഗീത യഥാരൂപം തന്നെ മേടിച്ച് വായിക്കുക. ഓക്കെ, അത് മറ്റൊരു കാര്യം. ഇനി ലാസ്റ്റ് പറയാനുണ്ടായിരുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മള് ഭഗവത്ഗീത പഠിക്കുമ്പോൾ മറ്റു കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്തു കഴിഞ്ഞാൽ, അതായത് ഭക്തിയോഗം പരിശീലിച്ചു കഴിഞ്ഞാൽ ഭഗവത്ഗീത പ്രാക്ടിക്കലായിട്ട് നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. റൈറ്റ്? നമ്മൾ തിയറി ആയിട്ടിരിക്കുന്നതും പ്രാക്ടിക്കലായിട്ടിരിക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. റൈറ്റ്? നമ്മൾ അറിവുണ്ടായിരിക്കാം, പക്ഷെ ആ അറിവിനെ നമ്മൾ പ്രാവർത്തികമാക്കുമ്പോഴാണ് ആ അറിവ് കൊണ്ട് യഥാർത്ഥ പ്രയോജനം സംഭവിക്കുന്നത്, ഇല്ലേ? അല്ലെങ്കിൽ അറിവ് മാത്രമായിരുന്നു, അത് പ്രാവർത്തികമാക്കിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് ശില പ്രഭുപാദ് പറയാറുണ്ട്. അതായത് ഒരു തത്തയെ വെച്ചിട്ട്, തത്തമ്മ ഉണ്ടല്ലോ, തത്തമ്മയെ വെച്ചിട്ട് നമുക്ക് നാമം ജപിപ്പിക്കാം അതിനെ, ഇല്ലേ? തത്തയോട് പറഞ്ഞു കഴിച്ചാൽ തത്തയ്ക്ക് ആ ഒരു പ്രത്യേകതയുണ്ട്. എന്തെങ്കിലും ഒരു ശബ്ദം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് കേട്ട് അതിനെ റിപ്പീറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? തത്തയെ പറഞ്ഞു പഠിപ്പിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ പറഞ്ഞു പഠിപ്പിക്കാം അതിനെ. പക്ഷേ അത് പഠിക്കുകയും ചെയ്യും, അത് ചൊല്ലുകയും ചെയ്യും. പക്ഷേ ഇപ്പൊ അത് പറയുന്നു, പെട്ടെന്ന് പുറകിൽ നിന്നൊരു പൂച്ച വന്ന ആ തത്തയുടെ മേത്ത് ചാടിയെന്നിരിക്കട്ടെ, അതിനെ പിടിച്ച് തിന്നാൻ വേണ്ടി. ആ തത്ത എന്തായിരിക്കും ആ സമയത്ത് ചൊല്ലുക? എന്തായിരിക്കും? ഹരേ കൃഷ്ണ ആയിരിക്കോ? നമ്മുടെ ഈ ഭഗവത്ഗീത കോഴ്സ് അറ്റൻഡ് ചെയ്ത തത്തയെ കുറിച്ചല്ല പറയുന്നത്, അല്ലാത്ത പൊതുവെ ഒരു നോർമൽ, റൈറ്റ്? പൂച്ചേന്നേ പറയത്തുള്ളൂ. ഏ പൂച്ചേന്നേ പറയത്തുള്ളൂ, അന്നേരം കൃഷ്ണ എന്ന് പറയില്ലല്ലോ. ആ സമയം കേന്ന് വിളിക്കും, ഇല്ലേ? വെപ്രാളത്തിൽ വിളിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് പരിശീലനം ആവശ്യമുണ്ട്, വളരെ പ്രധാനമാണ്. അതായത് ഒരു അത് പറയുന്നുണ്ട്, നടന്ന സംഭവമാണ്. ബംഗാളില് ഒരു വളരെ ധനികനായ, എത്രയോ സാമ്രാജ്യങ്ങളുള്ള ഒരു ബിസിനസ്സുകാരൻ, ബംഗാളിയായിരുന്നു. അപ്പോൾ അങ്ങേർക്ക് 4 മക്കളുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹം, ഇങ്ങനെ എനിക്ക് പ്രായമാവുന്ന സമയത്ത് മക്കളെ എല്ലാ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിച്ച് എനിക്ക് തീർത്ഥാടനത്തിന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നാളെ ആവട്ടെ നമ്മുടെ ഭാഗ്യക്കുറിക്കാർ പറയുന്നത് പോലെ നാളെ 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 എന്ന് പറയുന്ന പോലെ നീട്ടി 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 അത് മാറ്റി വെച്ചുകൊണ്ടിരുന്നു. ബിസിനസ്സിൽ തന്നെ അങ്ങനെ ഫോക്കസ് ചെയ്ത് അതായിരുന്നു ആ വ്യക്തിയുടെ സാധന. ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ? സാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസവും നമ്മൾ ചെയ്യുന്നത്. പാട്ട് പഠിച്ചവരുണ്ടോ വീട്ടില്? അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് സാധകം ചെയ്യുക എന്ന് പറയും, കേട്ടിട്ടുണ്ടോ? പ്രാക്ടീസ്, സാധകം ചെയ്യണം. വെറുതെ പാട്ട് പഠിച്ചാൽ മാത്രം പോരെ, ഡെയിലി അത് പ്രാക്ടീസ് ചെയ്താലേ എന്താവുള്ളൂ, അതിനൊരു നിലവാരം ഉണ്ടാവുള്ളൂ. അതുപോലെ എന്ത് കാര്യമായിക്കോട്ടെ, പ്രൊഫഷൻ ആണെങ്കിലും പ്രൊഫഷണൽ പ്രാക്ടീസ് ആവശ്യമുണ്ട്, ഇല്ലേ? ലോയർ ആണെങ്കിൽ ലോ പ്രാക്ടീസ് ആവശ്യമുണ്ട്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെങ്കിൽ അതിന്റെ ടെക്നോളജി നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ ഏതാണെങ്കിലും, റൈറ്റ്? ഒരു കല നമ്മുടെ കൂടെ നിൽക്കണമെങ്കിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ അത് തണുത്തു പോവും, അതിന്റെ നിലവാരം കുറഞ്ഞു പോവും. അപ്പൊ അങ്ങനെ ഈ വ്യക്തിയുടെ സാധന എന്തായിരുന്നു? ഈ ബിസിനസ്സുകാരന്റെ എന്നും ഈ പറയുന്ന കാര്യത്തിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക, എന്റെ ബിസിനസ് എന്താവും. അവസാനം അയാൾ മരണശയ്യയിലായി, കിടപ്പിലായി. ആ സമയത്ത് ഇവര് വിളിക്കുന്നു, മക്കൾ 4 പേരും വന്ന് പറയുന്നു, അച്ഛാ, നിങ്ങൾ ഇനി ഇതിനെക്കുറിച്ച് വേവലാതിപ്പെടണ്ട, നന്നായിട്ട് ഞങ്ങൾക്ക് ട്രെയിനിങ് ചെയ്ത് തന്നിട്ടുണ്ട്. അച്ഛന്റെ
സൽപ്പേര് കാത്തു സൂക്ഷിക്കുന്ന രീതിയിലും അതിനെ ഇനിയും ഉജ്ജ്വലമാക്കുന്ന രീതിയിലും ഞങ്ങൾ അച്ഛന്റെ പേരിൽ എന്താണ് പറയുക, എന്താണ് റോയ് ചൗധരി ആൻഡ് സൺസ് എന്ന് പറഞ്ഞിട്ട് അത് നടത്തിക്കോളാം എന്നൊക്കെ പറയാം. അച്ഛൻ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ഭഗവത്ഗീത വായിക്കുക. ഇസ്കോണിന്റെ ഭഗവത്ഗീത കോഴ്സ് ഉണ്ട്, ഇനിയിപ്പോ മാർച്ച് മാസം തുടങ്ങുന്നുണ്ട്, അതിൽ പങ്കെടുക്കുക. അങ്ങനെ മാർച്ച് അല്ല, ഏപ്രിൽ അല്ല, ഏപ്രിൽ 6-ന് തുടങ്ങുന്നുണ്ട്, അപ്പൊ അതിനെ പങ്കെടുക്കുക. ഇങ്ങനെയൊക്കെ പറഞ്ഞു അവര്. പക്ഷെ ശരി ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഭഗവാനെ, ഇതല്ല ബാക്കി എല്ലാ ചിന്തകളും മാറ്റിവെച്ച് ഭഗവാനെ ഓർക്കാൻ ശ്രമിക്കുന്നു. റൈറ്റ്? അങ്ങനെ കുറച്ച് നാമമൊക്കെ ജപിച്ചു, ഹരേ കൃഷ്ണ ഒക്കെ ജപിച്ചു, ഭഗവാന്റെ കഥകളൊക്കെ കേൾക്കുന്നു. എന്നിട്ട് അവസാനം ഈ ശ്വാസം വിടുന്ന സമയമുണ്ടല്ലോ, അവസാന ശ്വാസം വിടുന്ന സമയം, റൈറ്റ്? അപ്പൊ അയാൾക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നു. ആ ബൻസിലാൽ ഉണ്ടല്ലോ, അയാൾക്ക് ഞാനൊരു 10 ലക്ഷം രൂപ കടം കൊടുത്തിട്ടുണ്ട്, അയാൾ ഇനിയും തിരിച്ചു തന്നിട്ടില്ല, അതെപ്പോ തിരിച്ചെടുക്കും എന്ന് പറഞ്ഞ സമയത്ത് അയാൾ അന്ത്യശ്വാസം വലിച്ചു. റൈറ്റ്? മനസ്സിലായില്ലേ? അപ്പൊ ഇത് സംഭവ്യമാണ്. നമുക്ക് എന്തെങ്കിലും നമ്മുടെ അകത്ത് നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം, പരിശീലിക്കണം. ശരിയല്ലേ? നമ്മളത് ശീലിച്ച് വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അത് അതിന്റെ പക്വതയിലേക്ക് എത്തുന്നത്. ശരിയല്ല? എന്ത് കാര്യം അങ്ങനെയാണ്. അപ്പൊ അതുപോലെ തന്നെ ഈ കോഴ്സ് കഴിഞ്ഞു, ശരി, ഇന്നത്തോടെ നമ്മളിപ്പോ ഈ ഫീഡ്ബാക്ക് കേട്ടിട്ട് ആരെക്കുറിച്ചും അങ്ങനെ തോന്നുന്നില്ല, എല്ലാവരും ഉത്സാഹം ഉള്ളവരാണ്. എന്നിരുന്നാലും സമയത്ത് അകത്തേക്ക് കയറി വരും. ക്രമേണ നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും ആ ഒരു ഫോക്കസ് നഷ്ടപ്പെടും. അത് സ്വാഭാവികമാണ്. റൈറ്റ്? എന്തായാലും ഒരു ഇരുമ്പ് കമ്പി വെറുതെ വെച്ചിരുന്നാൽ അത് തുരുമ്പ് പിടിക്കും. റൈറ്റ്? അത് സ്വാഭാവികമാണ്, സമയത്തിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സാധന എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി അതിനെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടിരിക്കണം, വീണ്ടും വീണ്ടും പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്തി വീണ്ടും വീണ്ടും മൂർച്ച ചെയ്ത് വെക്കുന്നത് പോലെ നമ്മളത് വീണ്ടും വീണ്ടും ചെയ്യണം. റൈറ്റ്? അപ്പോ എത്ര പേര് സാധന, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, ഞാൻ പറഞ്ഞിട്ട് പിന്നെ ചോദ്യം ചോദിക്കാം. 5 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. എത്ര കാര്യം? ചാറ്റിൽ ഒന്ന് മെസ്സേജ് ഇടാമോ? അല്ലെങ്കിൽ എല്ലാവർക്കും ഒന്ന് ബോറടിക്കും. എത്ര കാര്യമാണ് ഞാൻ പറഞ്ഞത്? ചാറ്റിൽ ഇട്ടാൽ മതി. 5 things. ഓക്കെ? 5. ഓക്കെ. അപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ എളുപ്പമാണ് ഓർക്കാൻ. ABCDE, ഈ 5 കാര്യങ്ങൾ. ഓക്കെ? ABCD, ഈ 5 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും 3 മാസം നമ്മൾ പഠിച്ച ഭഗവത്ഗീത നമ്മുടെ അകത്ത് നിൽക്കും. നമുക്ക് ഭഗവത്ഗീതയുടെ അറിവ് നമുക്ക് അപ്ലൈ ചെയ്യാൻ, പ്രയോഗിക്കാൻ നമുക്ക് സാധിക്കും. എന്ന് മാത്രമല്ല, ഭഗവാന്റെ കാരുണ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. അവസാനം മരണസമയത്ത് നമുക്ക് മറ്റൊന്നുമല്ലാതെ ഭഗവാനെ പൂർണ്ണമായി ഫോക്കസ് ചെയ്ത് നമുക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകാനും ഭഗവാനോട് അഹൈതുകമായ സ്നേഹം, നമ്മൾ എല്ലാവരും ഹൃദയത്തിൽ ആഗ്രഹിക്കുന്ന ഭഗവാനോടുള്ള സ്നേഹവും പ്രേമവും ഭക്തിയും നമുക്ക് ലഭിക്കും ഈ 5 കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്തു കഴിഞ്ഞാൽ. പറയട്ടെ 5 കാര്യങ്ങൾ എന്തൊക്കെയാന്ന്? വേണമെങ്കിൽ ഒരു ഹരേ കൃഷ്ണ ടൈപ്പ് ചെയ്യാം, അപ്പോഴേ ഒരു ഉത്സാഹം ഉണ്ടാവുള്ളൂ. ഹരേ കൃഷ്ണ. ഓക്കെ, താങ്ക് യു. സോ ഫസ്റ്റ് തിങ്, ABCD എന്ന് പറഞ്ഞ പോലെ, A ഫോർ അസോസിയേഷൻ. അസോസിയേഷൻ എന്ന് വെച്ചാൽ സംഘം. റൈറ്റ്? കൂട്ടുകെട്ട്. നമുക്ക് എന്ത് വേണോ, നമ്മൾ എന്താണോ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്, അത് ആഗ്രഹിക്കുന്ന മറ്റ് വ്യക്തികളും ഉണ്ടാവുമല്ലോ, അവരുമായിട്ട് കൂട്ടുകൂടുന്നത് സ്വാഭാവികമാണ്. ബിസിനസ്സുകാരൊക്കെ ബിസിനസ് അസോസിയേഷൻ, ട്രേഡേഴ്സ് അസോസിയേഷൻ, കേരളത്തിലുള്ള ബിൽഡേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, മറ്റേ അങ്ങനെ ഓരോന്നും. റൈറ്റ്? നമ്മുടെ ഇവിടെ ഡോക്ടർ നളിന മാതാജി, നമ്മുടെ ഓർഗനൈസർ വന്നിട്ടൊരു ഹോമിയോപ്പത്തിക് ഡോക്ടറാണ്. അപ്പൊ അവർക്കും ഒരു അസോസിയേഷൻ ഉണ്ട് അല്ലേ, ഹോമിയോപ്പത്തിക് അസോസിയേഷൻ ഉണ്ട്. എന്ത് കാര്യമാണെങ്കിലും അതിനുള്ള അസോസിയേഷൻ ഉണ്ട്. ഒന്നുമില്ലെങ്കിലും മോഹൻലാൽസ് ഫാൻ ക്ലബ് എന്ന് പറഞ്ഞിട്ട് അതിനൊരു അസോസിയേഷൻ ഉണ്ട്. എല്ലാറ്റിനും അസോസിയേഷനുകളുണ്ട് അല്ലേ? കാര്യം സമാന ചിന്താഗതിക്കാര് കൂടുതൽ അതിനെ ആ വിഷയത്തിന് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അസോസിയേഷൻ സ്വാഭാവികമാണ്.
അതുകൊണ്ട് തന്നെ സത്സംഗം, ഭക്തന്മാരുടെ സംഘം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. എ ഫോർ അസോസിയേഷൻ, റൈറ്റ്? അപ്പോ ചിലർക്ക് നേരിട്ട് ഫേസ് ടു ഫേസ്, കുറച്ചുപേര് പറവൂരുണ്ട്, അപ്പൊ നമ്മുടെ രാധികേശ്വര പ്രഭു പറവൂരുണ്ട്, കുറച്ചുപേര് എറണാകുളം എളമക്കര എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് എടപ്പള്ളിയിൽ വരാം. അങ്ങനെ ഇസ്കോണിന്റെ സെന്റേഴ്സ് ഉണ്ട്. എല്ലാ ആഴ്ചയും എല്ലാ ഞായറാഴ്ചയും നമ്മുടെ പരിപാടികൾ നടക്കുന്നുണ്ട്, സൺഡേ പ്രോഗ്രാംസ്. അപ്പൊ അതിൽ നേരിട്ട് വരാൻ സാധിക്കുന്ന ഞായറാഴ്ചകളിൽ വന്ന് പങ്കെടുക്കാം. മറ്റ് ഉത്സവ ദിവസങ്ങളും ഉണ്ട്. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും നമ്മളിപ്പോ എന്താണ്, നമ്മുടെ സൂം കമ്പനി തന്നിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. നമുക്ക് ഓൺലൈനായിട്ട് നമ്മുടെ വീട്ടിന്റെ സ്വസ്ഥതയിൽ ഇരുന്ന് മീറ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഇതിലൊക്കെ അസോസിയേറ്റ് ചെയ്യുക എന്നുള്ളത് ആദ്യത്തെ കാര്യം. ക്ലിയർ ആയോ? എ ഫോർ അസോസിയേഷൻ. ബി ഫോർ ബുക്സ്. ബുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഭഗവത്ഗീത. നമുക്ക് ബി ഫോർ ഭഗവത്ഗീത എന്ന് തന്നെ പറയാം. അപ്പൊ ഭഗവത്ഗീത നമ്മൾ ദിവസവും പലരും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 1-2 ശ്ലോകങ്ങൾ നമുക്കാവുന്ന രീതിയിൽ, നമുക്കിനി മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, അത് നമ്മൾ അങ്ങനെ വായിച്ചു പോവുക. വായിച്ചു തീർന്ന ശേഷം വീണ്ടും വായിക്കുക. അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊരു സ്നാനം പോലെയാണ്, റൈറ്റ്? അതൊരു കുളി പോലെയാണ്. നമ്മള് രാവിലെ എണീറ്റ് ശരീരം കുളിപ്പിക്കുന്നു, റൈറ്റ്? അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം, സിയും കൂടെ പറഞ്ഞിട്ട് പറയാം. അപ്പൊ ബി ഫോർ ഭഗവത്ഗീത അല്ലെങ്കിൽ ബി ഫോർ ബുക്സ്. സി ഫോർ ചാൻറ്റിങ്. ചാൻറ്റിങ്, നാമജപം. ഇവിടെ ഗുണമാല മാതാജി നമ്മുടെ ഏറ്റവും മുതിർന്ന ഒരു ഡിവോട്ടിയാണ്. ഇവിടെ വർഷങ്ങളായിട്ട് ഹരിനാമം ജപിക്കുന്നു. അപ്പൊ അതിൻ്റെ ഒരു മാധുര്യം അറിയാൻ സാധിക്കും. കൂടുതൽ നമ്മൾ ജപിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് നാവിൻ തുമ്പത്ത് പോലും അതിൻ്റെ മാധുര്യം അറിയാൻ സാധിക്കും, റൈറ്റ്? സോ അതുകൊണ്ടാണ് പറയുന്നത്, എണ്ണമറ്റ തിരുനാമങ്ങൾ ഉള്ളതിൽ ഒന്നു മാത്രം ഒരിക്കൽ ഒരു ദിനം എന്നൊക്കെ പറഞ്ഞിട്ട് പൂന്താനം നമ്മളോട് അഭ്യർത്ഥിക്കുകയാണ് നാമം ജപിക്കാൻ, റൈറ്റ്? സോ അങ്ങനെ നാമം ജപിക്കുക. പ്രത്യേകിച്ചും കലിയുഗത്തില് പറഞ്ഞിരിക്കുന്നത്, ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്നത്, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പറയുന്ന ഈ മന്ത്രം, ഇതിനെ മഹാമന്ത്രം എന്ന് പറയും. നമുക്ക് ഒരുപാട് മന്ത്രങ്ങളുണ്ട്. ഓരോ മന്ത്രങ്ങൾക്കും ഓരോന്നും നമുക്ക് തരാനുള്ള ശക്തിയുണ്ട്. നമുക്ക് എന്തെങ്കിലും അഭീഷ്ടങ്ങൾ ആഗ്രഹിക്കുന്നത് വേണമെങ്കിൽ അതിനു വേണ്ടിയുള്ള ഐശ്വര്യ മന്ത്രങ്ങളുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇനി ആരെങ്കിലും വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയും വ്യക്തികളുണ്ട്. ആരുടെങ്കിലും തലയിൽ ഇടുത്തി വീഴണം എന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്നവന് ശത്രു സംഹാര മന്ത്രങ്ങളുണ്ട്. പലതരം മന്ത്രങ്ങളുണ്ട്. പക്ഷേ ഈ മന്ത്രങ്ങളിലൊക്കെ വെച്ച് ഏറ്റവും രാജാവായിട്ട് നിൽക്കുന്ന മന്ത്രങ്ങളെയാണ് എന്ത് പറയുന്നത്? മഹാമന്ത്രം എന്ന് പറയുന്നത്. അങ്ങനെ 2 മഹാമന്ത്രങ്ങൾ ശാസ്ത്രങ്ങളിൽ പറയുന്നു. ഒന്ന് ഗായത്രി മഹാമന്ത്രം, വേറൊന്ന് ഹരേ കൃഷ്ണ മഹാമന്ത്രം, റൈറ്റ്? ഇതിന് 2നെയാണ് മഹാമന്ത്രം എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്. സോ ഗായത്രി മഹാമന്ത്രം എല്ലാവർക്കും അറിയാം. പണ്ടൊക്കെ അത് രഹസ്യമായി വെച്ചിരുന്നു. ഇന്ന് വീടുകളിൽ ബെല്ലടിച്ചാലേ ഗായത്രി മന്ത്രമാണ് കേൾക്കുന്നത്. വാസ്തവത്തിൽ അതൊക്കെ വൈദികമായിട്ട് അങ്ങനെയല്ല ചെയ്യേണ്ടത്. പക്ഷെ ഗായത്രി മന്ത്രത്തിന് നിയമങ്ങളുണ്ട് പാലിക്കാൻ, മനസ്സിലായത്? ഇത് പാലിച്ചു തന്നെ ചെയ്യണം. പക്ഷെ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന് അങ്ങനെ ഒരു നിയമങ്ങളും ഇല്ല. ആർക്കും ഏത് സമയത്തും ജപിക്കാം. കൂടുതൽ കാര്യങ്ങൾ ഗുണമാല മാതാജി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കേട്ട്, കൂടുതൽ റെക്കോർഡിംഗ് ഉണ്ട്, അത് കേട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. സോ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത് വളരെ 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 പ്രധാനമാണ്. വാസ്തവത്തില് ഈ നാമജപം പറയുന്നത് ഇറ്റ് ഈസ് യുവർ പ്രൈവറ്റ് ടൈം വിത്ത് കൃഷ്ണ. ഇറ്റ്സ് യുവർ പ്രൈവറ്റ് ടൈം. അർജുനന് കൃഷ്ണനുമായിട്ട് ആ പ്രൈവറ്റ് ടൈം കിട്ടി. എവിടെ? യുദ്ധം ചെയ്യുന്നതിന് കുറച്ചു നേരം മുമ്പ്, റൈറ്റ്? ഹി ഹാഡ് സച്ച് പേഴ്സണൽ അസോസിയേഷൻ വിത്ത് കൃഷ്ണ. പക്ഷെ ഈ നാമജപം എന്ന് പറയുന്നത് നമുക്ക് കൃഷ്ണനുമായിട്ട് കിട്ടുന്ന ഒരു പ്രൈവറ്റ് ടൈമാണ്. അത് ശ്രദ്ധയോടെ നമ്മൾ കേട്ട് ജപിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാറ്റം വരും. നമുക്ക് ഭഗവാന്റെ സാന്നിധ്യം ജീവിതത്തിൽ അറിയാൻ സാധിക്കും. അർജുനന്റെ കൂടെ തേരാളിയായി എങ്ങനെ കൃഷ്ണൻ ഉണ്ടായിരുന്നോ അതേപോലെ തന്നെ വാസ്തവത്തിൽ നമ്മുടെ ഹൃദയം ഒരു തേരായിട്ട് നമ്മൾ കരുതുകയാണെങ്കിൽ ഈ ശരീരത്തെ നമ്മളൊരു തേരായിട്ട് കരുതുകയാണെങ്കിൽ ആ തേരിനകത്ത് നമ്മൾ ഇരിക്കുന്നുണ്ട്, ഇല്ലേ? ആത്മാവായിട്ട്. പക്ഷെ ഈ ശരീരത്തെ നയിക്കുന്നത് നമ്മളാണോ? രാത്രി നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് അടുത്ത ദിവസം രാവിലെ വരെ ഹാർട്ടെ നീ ബീറ്റ് ചെയ്തോളൂ, ബ്രെയിനെ നീ വർക്ക് ചെയ്തോളൂ,
വയറെ നീ ഡൈജസ്റ്റ് ചെയ്തോളൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഓർഡർ കൊടുത്തിട്ടാണോ കിടന്നുറങ്ങുന്നത്? അല്ല. ഇപ്പൊ ഭഗവാനാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ശരീരമാകുന്ന രഥത്തിനെ ഭഗവാൻ ഓൾറെഡി നയിക്കുന്നുണ്ട്. പക്ഷെ നല്ല ബുദ്ധി നമുക്ക് തന്ന് നമ്മളെ നന്നായി നയിക്കണേ എന്ന് ഭഗവാനോട് പറയാനും ഒരവസരമാണ് ജപം. റൈറ്റ്? എ, ബി, സി. ഇനി നാലാമത്തെ കാര്യം ഡി. ഡി എന്ന് പറഞ്ഞാല് ഡയറ്റ്. ഡയറ്റിംഗ് അല്ല ഉദ്ദേശിച്ചത്, ഡയറ്റാണ് ഉദ്ദേശിച്ചത്. അതായത് ഒരു പ്രധാന കാര്യം നമുക്ക് സാധിക്കുമെങ്കിൽ കുറച്ച്, ഭഗവത്ഗീതയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരിക്കും പത്രം പുഷ്പം ഫലം തോയം, 9-ാം അധ്യായത്തിൽ 26-ാമത്തെ ശ്ലോകം. റൈറ്റ്? അതിൽ പറയുന്നുണ്ട്, എന്തെങ്കിലും സ്നേഹം കൊണ്ട് സ്നേഹത്തോടെ എനിക്ക് തരികയാണ്, ഒരു ഇലയോ പൂവോ പഴമോ വീടുകളിൽ നമ്മൾ ചെയ്യാറുള്ളതായിരിക്കും. ഒരു ഗ്ലാസ്, ഒരു ടംബ്ലർ ഭഗവാന് വേണ്ടി പ്രത്യേകം മേടിക്കുക. കുറച്ച് പാലോ വെള്ളമോ എന്തോ ഉണ്ടോന്ന് വെച്ചാൽ അത് കുറച്ച് ഒരു പഴം പാലും ഒക്കെ വെച്ചിട്ട് തുളസി ഇട്ടിട്ട് ഭഗവാന് നേദിക്കുക. നേദിച്ച് നമസ്കരിച്ച് പറ്റുമെങ്കിൽ ഒരു മാല 108 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ച് ആ പാലെടുത്ത് പഴമെടുത്ത് നമ്മളും കഴിക്കുക, കുടുംബത്തിലൊക്കെ കൊടുക്കുക. ചെറിയ കാര്യമാണ്, പക്ഷെ അതിന് വലിയ ശക്തിയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പ്രസാദം എന്ന് പറയുന്നത്. പ്രസാദം എന്ന് വെച്ചാല് ഭഗവാൻ പ്രസാദിച്ചിരിക്കുന്നു, ഭഗവാന്റെ കാരുണ്യമാണ്, അല്ലേ? സോ അതുകൊണ്ട് ഡി ഫോർ ഡയറ്റ്. കുറച്ചെങ്കിലും നമുക്കൊരു തുടക്കം. ഇവിടെ പല ഭക്തന്മാരും പ്രസാദം മാത്രമേ കഴിക്കുള്ളൂ. അത് ക്രമേണ അങ്ങനെ വരട്ടെ, അത് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. പക്ഷെ ഒരു തുടക്കം നമുക്ക് ചെയ്യാം. ഇവത്രായി എ, ബി, സി, ഡി. ഇനി ലാസ്റ്റ് കാര്യം പറഞ്ഞു നിർത്താം. ഇ. ഇ ഫോർ എൻഗേജ്മെന്റ്. എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ ദിവസം മുഴുവനും നമുക്ക് പല പ്രവൃത്തികളുണ്ട്. വി ആർ എൻഗേജ്ഡ് ഇൻ വേരിയസ് ആക്ടിവിറ്റീസ്, അല്ലെ? പല കാര്യങ്ങളും നമ്മൾ നിരതരാണ്. അപ്പോ ഭക്തിയില് നമുക്ക് ഓരോരുത്തർക്കും ഭഗവാൻ ഓരോരോ കഴിവുകൾ തന്നിട്ടുണ്ട്, അല്ലെ? നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകളാണ്, താല്പര്യങ്ങളാണ്. ഒരാൾ ചെയ്യുന്നത് പോലെ മറ്റൊരാൾക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. നമ്മളൊക്കെ വൈവിധ്യം, നമുക്ക് ഓരോരുത്തരിലും വൈവിധ്യമുണ്ട്, അല്ലെ? ചിലർക്ക് പാചകം ഇഷ്ടം ഞാൻ പറയാറുണ്ട്. ചിലർക്ക് പാചകകല ആണ് ഭഗവാൻ കൊടുത്തിരിക്കുന്നത്. മറ്റു ചിലർക്ക് എന്നെ പോലെ വാചകകലയാണ് കൊടുത്തിരിക്കുന്നത്, സംസാരിക്കാൻ അറിയാം. റൈറ്റ്? ഇങ്ങനെ ഓരോന്നുണ്ട്. അപ്പൊ ഒന്ന് മറ്റൊന്നിനേക്കാളും സ്പെഷ്യൽ എന്ന് പറയാൻ സാധിക്കില്ല. ഡിഫറെന്റ് തിങ്സ്. ഇഫ് യു നോ AI കോഡിംഗ്, ഐ മീൻ വാട്ട് യു കോൾ, അത് ചെയ്യാം. ലൈക്ക് വാട്ട് എവർ നമുക്ക് ഭഗവാൻ എന്ത് തന്നിട്ടുണ്ടോ ആ തന്നിരിക്കുന്നതിനെ വെച്ച് ഭഗവാന്റെ സേവനത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഭഗവാനോട് അടുക്കാൻ സാധിക്കും. ഇത് ഭഗവത്ഗീതയിൽ തന്നെ 18-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. യതപ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തതം സ്വകർമ്മണാതം അഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ എന്ന് പറയുന്നു. റൈറ്റ്? നമുക്കും സന്തോഷമുണ്ട്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ടാവും. റൈറ്റ്? ഇങ്ങനെ ഈ 5 കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. ആരെങ്കിലും ചാറ്റിൽ തെറ്റാതെ ഈ 5 കാര്യങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാമോ? ജസ്റ്റ് ABCD എന്താണെന്നുള്ളത്. അപ്പൊ ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് തുടർന്ന് പരിശ്രമിക്കാം. നമ്മൾ ഈ ഏറ്റവും പ്രധാനം ഇതിനകത്ത് ആക്ച്വലി A തന്നെയാണ്. A ഫോർ അസോസിയേഷൻ. സംഘമുള്ളപ്പോഴാണ്, സത്സംഗമുള്ളപ്പോഴാണ് നമുക്കിതൊക്കെ ചെയ്യാൻ തോന്നുക, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോവാറുണ്ട്. റൈറ്റ്? ആൻഡ് അസോസിയേഷനിൽ നമ്മൾ ബുക്ക് വായിക്കലും ചാൻറ്റിങ്ങും കുറച്ച് എന്തെങ്കിലും ഭഗവാനെ നേദിക്കുകയും പിന്നെ നമ്മുടെ കഴിവനുസരിച്ച് വി ഷുഡ് ബി എൻഗേജ്ഡ് ഇൻ സർവീസ് ഓഫ് കൃഷ്ണ. ഇത് ചെയ്താൽ നമ്മൾ വായിച്ച ഭഗവത്ഗീത റിയലൈസേഷൻ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കൂടെ ഉണ്ടാവും. റൈറ്റ്? താങ്ക് യു സോ മച്ച്. ഒരു 4 മിനിറ്റ് ടൈം ക്രോസ് ചെയ്തു. സോ താങ്ക്സ് എവറി വൺ ഫോർ ദി ഓപ്പർച്യൂണിറ്റി. ആൻഡ് പ്രത്യേകിച്ചും നമ്മുടെ ഓർഗനൈസേഴ്സ് നളിന മാതാജി, ദീനനാഥ് പ്രഭു ആൻഡ് എത്രയോ നമ്മുടെ മുതിർന്ന ഭക്തന്മാര്, വളരെ വർഷങ്ങളുടെ ഭക്തിയുടെ അനുഭവ സമ്പത്തുള്ള ഭക്തന്മാര് നിങ്ങളുമായിട്ട് പല കാര്യങ്ങളും പല അധ്യായങ്ങളും അവതരിപ്പിച്ചു. ഈ കോഴ്സിന്റെ ഫീഡ്ബാക്ക് കണ്ടിട്ട് ഇത് തുടരണം എന്ന് എല്ലാവരും ഏകകണ്ഠേന ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഇനിയും ഉണ്ടെങ്കിൽ പ്രഭുവിനോട് ഡയറക്റ്റ് ചോദിക്കാവുന്നതാണ്. ഒന്നെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാം. ഹരേ കൃഷ്ണ.
എനിക്കൊരു സംശയമുള്ളത്, നമ്മുടെ ചെയ്യുന്ന പാപവും പുണ്യവും അതെല്ലാം നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ ആത്മാവിന് പാർട്ടി അല്ലല്ലോ. ആത്മാവ് അതിലൊരു ഇതില്ലല്ലോ. നമ്മൾ ചെയ്യുന്ന നമ്മുടെ മനസ്സും നമ്മുടെ ഇന്ദ്രിയങ്ങളും ബുദ്ധിയും ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നു എന്ന് പറഞ്ഞത്. ഉം. അപ്പൊ അത് ആത്മാവിന് അതിലൊരു പങ്കും ഇല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ആത്മാവ് സ്വർഗത്തിലും നരകത്തിലും പോകുമ്പോൾ അതിന്റെ ശിക്ഷയും പുണ്യം ചെയ്തതിനുള്ള ഗുണവും ആത്മാവിനല്ലേ കിട്ടുന്നത്? സൂപ്പർ ക്വസ്റ്റ്യൻ, താങ്ക് യു. ഇത് എല്ലാരും ചിന്തിക്കുന്നുണ്ടെന്നുള്ളതിനുള്ള ഒരു തെളിവാണ്. ആ ക്വസ്റ്റ്യൻ ചെറിയൊരു മാറ്റം വരുത്തട്ടെ, യെസ് സർ. വിത്ത് യുവർ പെർമിഷൻ. നമ്മുടെ ആത്മാവെന്ന് പറയരുത്. പിന്നെ നമ്മൾ ആരാണ്? അല്ല അല്ല ആത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മളാണെന്നുള്ളത് അറിയാം. നമ്മൾ ബോഡിയല്ല, നമ്മൾ ആത്മാവാണ്. അതെ, നമ്മുടെ ബോഡി ഓക്കെ, നമ്മൾ ആത്മാവാണ്. എനിവേ, ചോദിച്ച ചോദ്യത്തിന് ഷോർട്ട് ആൻസർ, അത് കൂടുതൽ പറയണമെങ്കിൽ 18-ാം അധ്യായത്തിൽ 13-ാം ശ്ലോകമാണെന്ന് തോന്നുന്നു. 5 ഫാക്ടേഴ്സ് ഓഫ് ആക്ഷൻ ഉണ്ട്, കണ്ടിട്ടുണ്ടോ? അധിഷ്ഠാനം തഥാ കർത്ത. ഭഗവത്ഗീത ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അത് എടുക്കാം. ചാപ്റ്റർ 18 ടെക്സ്റ്റ് ശ്ലോകം നമ്പർ 13 ആവണമേ. 14. 14 14. ഓക്കെ, 13-ലും പറയുന്നുണ്ട്, പഞ്ചൈതാനി മഹാബാഹോ കാരണാനി നിബോധമേ സാഖ്യേ കൃതാന്തേ പ്രോക്താനി സിദ്ധയെ സർവകർമ്മണം. അതായത് ഓരോ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ ഒരു കാരണമല്ല, 5 ഘടകങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, 14-ാം ശ്ലോകം ഒന്ന് വായിക്കാമോ? ഭഗവത്ഗീത ഉണ്ടെങ്കിൽ ഇന്ദിര മാഡം തന്നെ വായിക്കാം. ഒരു മിനിറ്റ് സർ. അല്ലെങ്കിൽ ടൈം കുറവുള്ളതുകൊണ്ട് ഇഫ് സംബഡി ഹാസ് ഇറ്റ് റെഡി വായിച്ചോളൂ. ആരെങ്കിലും ഞാൻ തെരഞ്ഞെടുക്കുമ്പോഴേക്ക് സമയം പോകും, അതാണ്. അപ്പൊ ആരെങ്കിലും ഒന്ന് വായിക്കാമോ കയ്യിലുള്ളവർ? അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥക് വിധം വിവിധാശ്ച പൃഥക് ചേഷ്ട ദൈവം ചൈവാത്ര പഞ്ചമം. എന്നിട്ട് ആ വിവർത്തനവും ഭാവാർത്ഥത്തിന്റെ ഒരു 2 ലൈനും കൂടെ വായിക്കാമോ? വായിക്കാം പ്രഭുജി. അധിഷ്ഠാനം ശരീരം, കർമ്മം ചെയ്യുന്ന ആൾ, കരണങ്ങൾ ഇന്ദ്രിയങ്ങൾ, നാനാവിധത്തിലുള്ള ഉദ്യമങ്ങൾ, പരമാത്മാവ് എന്നിവയാണ് കർമ്മത്തിന്റെ 5 ഘടകങ്ങൾ. ഭാവാർത്ഥം: അധിഷ്ഠാനം എന്നാൽ ശരീരം. ശരീരസ്ഥനായ ആത്മാവ് കർമ്മഫലങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ട് കർത്താവെന്ന് പറയപ്പെടുന്നു. കർത്താവെന്നാൽ ചെയ്യുന്നവൻ. അവിടെ നിർത്താം നമുക്ക്. ഉണ്ട്, ഭാവാർത്ഥം മുഴുവൻ പിന്നെ വായിച്ചോളൂ. പക്ഷെ ഈ ഭാവാർത്ഥത്തിൽ അതിന്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. അതായത് 5 പേരുണ്ട് ഒരു കർമ്മം ചെയ്യുകയാണെങ്കിൽ. അതിൽ രണ്ടാമത്തെ ആരാണ്? ആത്മാവാണ്. മനസ്സിലായില്ലേ? അധിഷ്ഠാനം ശരീരം, കർത്ത എന്ന് പറയുന്നത് ആത്മാവാണ്. കരണം എന്ന് പറയുന്നത് അതിന് ഉപയോഗിക്കപ്പെടുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ്. റൈറ്റ്? ഇപ്പൊ ഒരാളെ തോക്ക് വെച്ച് വെടിവെച്ച് കൊന്നു. ഓക്കെ, ആ തോക്കിനാണോ വധശിക്ഷ കൊടുക്കുക? അല്ല. അല്ലെങ്കിൽ ആൾക്ക് പറയാം, എന്റെ കൈയല്ലേ അതിനെ വലിച്ചത്, അല്ലെ, കാഞ്ചി വലിച്ചത് ഞാനല്ല, അപ്പൊ കൈ വേണമെങ്കിൽ വെട്ടിക്കളഞ്ഞോളൂ എന്ന് പറഞ്ഞാ പോരെ? ശരിയല്ലേ? ആ തോക്കിന് വധശിക്ഷ കൊടുത്തോളൂ. ആ കൈ കാഞ്ചി വലിച്ച ആ ഒരു എന്താ പറയാ ട്രിഗർ വലിച്ച വിരലാണ്, അപ്പൊ വിരലിനെ വെട്ടിക്കളഞ്ഞോളൂ എന്ന് പറഞ്ഞാ പോരെ? എന്തിനാ ആളെ ജീവപര്യന്തോ എന്തെങ്കിലും കൊടുക്കുന്നത്? കാരണം എന്താ? മീൻസ് എന്ന് വെച്ചാല് ആ ആത്മാവിന്റെ ഡിസയർ അവിടെ ഉണ്ട്. റൈറ്റ്? ആത്മാവ് ഫുള്ളി എന്താണ്, ഇന്നസെന്റ് അല്ല. ആത്മാവിന്റെ റോൾ അവിടെ ഉണ്ട്. ആത്മാവ് മാത്രമല്ല ചെയ്യുന്നത്, പറഞ്ഞത് ശരിയാണ്, ബാക്കി 4 ഫാക്ടേഴ്സും ഉണ്ട്. പക്ഷെ തീർച്ചയായിട്ടും കർത്ത എന്നിവിടെ പറയപ്പെടുന്നത് ആത്മാവിനെ തന്നെയാണ്. റൈറ്റ്? അപ്പൊ ശരീരം, ആത്മാവ്, കരണം, പിന്നെ ഫോർത്ത് വൺ എവിടെ എന്ത് പറയുന്നത്? പലതരത്തിലുള്ള വിവിധാശ്ച പൃഥക് ചേഷ്ട, പലതരത്തിലുള്ള ഉദ്യമങ്ങൾ എന്ന് വെച്ചാൽ അത് ചെയ്യാനൊരു പ്രോസസ് ഉണ്ട്, അതും ഒരു കാരണമാണ്. പിന്നെ ഫൈനലി ദൈവം ചെയ്വാത്ര പഞ്ചമം. ഒന്നും ഭഗവാന്റെ അനുവാദമില്ലാതെ നടക്കില്ല. ചിലതൊക്കെ ഭഗവാൻ ഇഷ്ടപ്പെട്ട് അനുവദിക്കും, ഭഗവാൻ ചിലതൊക്കെ മനസ്സില്ലാ മനസ്സോടെ അനുവദിക്കും. പക്ഷെ ഭഗവാന്റെ അനുവാദമില്ലാതെ ഒന്നും നടക്കില്ല.
റൈറ്റ്? എനിവേ, നല്ലൊരു ചോദ്യമാണ്. നമുക്ക് സമയക്കുറവുള്ളത് കൊണ്ടാണ്. പക്ഷെ നമുക്ക് ഐ തിങ്ക് ഫ്യൂച്ചർ സെഷൻസിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് ആൻസർ ചെയ്യാം. ഭഗവത്ഗീത വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സർ 14 ചാപ്റ്ററിലെ ഏതാ സർ ശ്ലോകം എന്ന് പറഞ്ഞത്? 18th ചാപ്റ്ററിലെ 14th ശ്ലോകം. പ്രണാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു. സോ ടൈം ഇസ് അപ്പ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഹരേ കൃഷ്ണ, പെട്ടെന്ന് ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, പറഞ്ഞോളൂ. പ്രഭുജി, ഒരപേക്ഷയാണ്. ഈ നാമജപം കൂടി ഉൾപ്പെടുത്തിയാൽ കൊള്ളാമായിരുന്നു. ഏതില്? ഏതെങ്കിലും ഒരു ടൈം രാവിലെ നാമജപം കൂടി ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ. ഇപ്പൊ പ്രഭുജി പറഞ്ഞില്ല, സംസർഗമാണ് വലുതെന്ന് പറഞ്ഞില്ല. ഇപ്പൊ അങ്ങോട്ട് എവർക്കും എല്ലാ സ്ഥലങ്ങളിലും വന്ന് ഒത്തുകൂടാൻ പറ്റില്ല. അന്നേരം ഒരു കൂട്ടമായിട്ടൊരു നാമജപം കൂടി ഉണ്ടെങ്കിൽ അതുകൂടെ നന്നായിരുന്നു. തീർച്ചയായിട്ടും. വാസ്തവത്തില് ഓൾറെഡി ഇത് നടക്കുന്നുണ്ട്. നമുക്ക് രാവിലെ 5 മുതൽ 6 വരെ നമ്മുടെ ഇവിടെ നരോത്തം കൃഷ്ണദാസ് എന്ന് പറഞ്ഞ നരോത്തം കൃഷ്ണ പ്രഭുവിന്റെ അദ്ദേഹത്തോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം എപ്പോഴും വിളിക്കാറുണ്ട്. ഞാൻ ഉൾപ്പെടെ പലപ്പോഴും ലോഗിൻ ചെയ്യാറില്ല. പക്ഷേ അത് സൂമിൽ നടക്കുന്നുണ്ട് 5 മുതൽ 6 വരെ. ജസ്റ്റ് നമുക്കൊരു പ്രചോദനമായിരിക്കും. മറ്റുള്ളവർ ജപിക്കുന്നുണ്ടെന്നൊരു ബോധത്തോടെ നമുക്ക് ജപിക്കുമ്പോൾ കൂടെ ഒരു ഓൺലൈൻ ജപമുണ്ട്. പിന്നെ അത് കൂടാതെ നേരിട്ട് നമ്മുടെ സൺഡേ പ്രോഗ്രാംസിലൊക്കെ കൂടെ ഇരുന്ന് ജപിക്കാം. അതൊരു നല്ലൊരു കാര്യമാണ്. എവിടുന്ന സ്ഥലം ഏതാണ്? ഞാൻ ചേർത്തല. ഓക്കെ. സോ ഇതൊന്നും ഇല്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. അതുകൊണ്ട് ഇവിടെ ഇതൊന്നും ഇല്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ഷുവർ. ഹരേ കൃഷ്ണ പ്രഭു, ഈ പ്രഭു പറഞ്ഞ 5 മണിക്കുള്ള പ്രോഗ്രാം വളരെ റെഗുലർ ആണ്. കുറച്ച് പേരാണെങ്കിലും അവർ റെഗുലറായിട്ട് ആ സൂം മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പം പ്രവീണും അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും. ഞാൻ ലിങ്ക് അയച്ചു തരാം. അല്ലെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. അപ്പം നമ്മുടെ സെൻട്രൽ ഗ്രൂപ്പിൽ അതിനുള്ള മെസ്സേജ് എപ്പോഴും വരാറുണ്ട്, എല്ലാ ദിവസവും വരാറുണ്ട്. രാവിലെ 4 മണിയാകുമ്പോഴത്തേക്കും കൃത്യം നമ്മുടെ പ്രഭു പോസ്റ്റ് ചെയ്യും ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങേക്കും അതിൽ ജോയിൻ ചെയ്യാം, പങ്കെടുക്കാം. ഹരേ കൃഷ്ണ പ്രഭു, ലിങ്ക് സെയിം ആണ്. അതെ, ഈ ലിങ്ക് തന്നെയാണ്. എല്ലാവർക്കും ജോയിൻ ചെയ്യാം. അല്ല, പ്രവീൺ പ്രഭു സെൻട്രൽ ഗ്രൂപ്പിലുണ്ടോ? ഇല്ലല്ലോ. അല്ല, അങ്ങനെ ഈ ലിങ്ക് ഉണ്ട്. ഈ ലിങ്ക് മതി എന്ന് പറഞ്ഞു. 5 മണി മുതൽ 6 മണി വരെയാണ് എല്ലാ ദിവസവും. താങ്ക് യു പ്രഭുജി, താങ്ക് യു. ഓക്കെ. ഫോർ യുവർ ഇൻഫർമേഷൻ പ്രഭു, നമ്മൾ അടുത്ത സെഷനിൽ ചാൻഡിങ് കൂടെ ഇത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആഴ്ചയിൽ 3 ദിവസം നമുക്ക് ഗ്രൂപ്പ് ചാൻഡിങ് ഉണ്ടാവും. എല്ലാ ദിവസവും നമുക്ക് അത് പ്രാക്ടീസ് ചെയ്യാനും നമുക്കൊരു പ്രാക്ടീസ് കിട്ടും. അപ്പോൾ തിങ്കൾ, ബുധൻ, വെള്ളി എല്ലാ ദിവസവും നമ്മൾ ഒരു 5 മിനിറ്റ് ചാൻറ്റ് ചെയ്യും, ഹാഫ് റൗണ്ട്. അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ മാസം ഫുൾ റൗണ്ട് ചാൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പോൾ ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അതിനു മുമ്പ് എനിക്ക് ഇന്ന് ഹരിനാമ മഹാത്മ്യത്തെ കുറിച്ച് പറഞ്ഞ ഹെർ ഗ്രേസ് ഗുണമാല മാതാജിയോട് വളരെ നന്ദി പറയുന്നു. ഇത്രയും നല്ല ഒരു ഹരിനാമത്തെ കുറിച്ച്, അതിന്റെ മഹിമയെ കുറിച്ച് പറഞ്ഞു തന്നതിന് വളരെ നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ ഇത്രയും നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ക്ലാസ് ആയിട്ട് ഭഗവത്ഗീതയുടെ ഒരു കൺക്ലൂഷൻ ഇവിടെ നടത്തിയ ഗോപാൽ ഗൗരവ് പ്രഭുവിനോടും വളരെ നന്ദിയുണ്ട്. എൻ്റെ പേഴ്സണൽ പേരിലും ബാക്കി എല്ലാവരുടെയും പേരിലും നന്ദി അറിയിച്ചു. ഇത്ര നന്നായിട്ട്, സിമ്പിളായിട്ട്, എത്ര നന്നായിട്ട് മനസ്സിലാക്കുന്ന വിധത്തില് പ്രഭു എല്ലാ പോയിന്റ്സും കവർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. വലിയ കോടീശ്വരനായിട്ടുള്ള എത്രയോ ആൾക്കാര്
ഒരു ഇത് വന്നിട്ട് എന്താ ഒറ്റ ഭൂകമ്പത്തില് ഒന്നും ഇല്ലാണ്ട് താറുമാറായി പോകുന്നു. അത് ജ്ഞാനപ്പാനയിൽ പറയുന്നത് 4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റുന്നതും ഭവാൻ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇപ്പോഴത്തെ യുദ്ധവും ജീവിതവും എല്ലാം. അതെല്ലാം നമ്മുടെ ജീവിതത്തിലും ഈ ഭഗവത്ഗീത ഇത് തന്നെയാണ്. അർജുനൻ അവിടെ ഇരുന്നിട്ട് മുന്നോട്ട് പറയുന്നുണ്ടെങ്കിൽ ഇത് ഭഗവാൻ അർജുനോട് പറയുന്നുണ്ടെങ്കിൽ അത് ഓരോരുത്തരുടെ ജീവിതത്തിലാണ് അത് പറയുന്നത്. അപ്പൊ ഇത്രയും നന്നായിട്ട് പ്രഭു ഇന്ന് വിവരിച്ചു തന്നു. അതുപോലെ ABCD എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എനിക്കതില് ഡയറ്റിന്റെ കൂടെ ഡിറ്റർമിനേഷൻ കൂടെ ആഡ് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. അപ്പോ ഡയറ്റ് എന്ന് പറയുന്നത് അതിന്റെ ഡിറ്റർമിനേഷൻ, നമ്മളിത് ദൃഢനിശ്ചയം, അതും കൂടെ നമുക്ക് അതിന്റെ കൂടെ ആഡ് ചെയ്യാൻ എനിക്കൊരു ഇത് തോട്ട് വന്നു. അസോസിയേഷൻ, ബുക്സ്, ചാൻറ്റിങ്, ഡയറ്റ് ആൻഡ് എൻഗേജ്മെന്റ് എല്ലാം. അപ്പൊ ഇത് നമുക്ക് ഇത്ര നന്നായിട്ട്, ഇത് സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. അപ്പൊ ഇപ്പൊ ഇന്ന് കിട്ടിയ ഫീഡ്ബാക്ക് നോക്കുമ്പോ എല്ലാവർക്കും അത് സന്തോഷമായിട്ട് അവർ സ്വീകരിച്ചു എന്നത് തന്നെ നമുക്കൊരു സന്തോഷമാണ്. ഇത് നമുക്ക് പ്രഭാതർക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഗുരുവിനോട്, ഗുരു മഹാരാജിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ്, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷമാണ് നമ്മുടെയും സന്തോഷം. അപ്പൊ ഇത് തുടർന്നും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇനി പുതിയ ഒരു സെഷൻ ഉണ്ട്. 100-ൽ പരം ആൾക്കാർ ഓൾറെഡി പേര് കൊടുത്തു കഴിഞ്ഞു. അതില് നമുക്ക് ഇനിയും ഇത് കേൾക്കണമെങ്കിൽ ഇനിയും ഇതിലെ ആൾക്കാർക്ക് അതിൽ ചേരാം, അല്ലെങ്കിൽ നമ്മൾ ലിങ്ക് ഇട്ട് തരാം. എല്ലാവർക്കും അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഒന്നുകൂടെ നമുക്ക് ആസ്വദിക്കാം. നമുക്ക് ഭഗവത്ഗീത, ഭാഗവതം ഒക്കെ ആസ്വദിച്ചാൽ തീരാത്ത ഇതാണ്. എപ്പോഴെപ്പോഴും നമുക്ക് കേട്ടോണ്ടിരിക്കുക. അത്ര വെച്ചാൽ ഓരോരുത്തരുടെ ആ മുഖത്ത് നിന്ന് വരുന്ന ഓരോ അഭിപ്രായങ്ങളും, അല്ലെങ്കിൽ അഭിപ്രായം സ്വന്തം അഭിപ്രായമല്ല, പ്രഭാതരുടെ ബുക്കിൽ നിന്ന് തന്നെ വരുന്ന ഓരോ അഭിപ്രായം എത്ര അച്ചട്ടാണ്. അപ്പൊ എല്ലാവരും അത് സ്വീകരിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ലൈഫിലും ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കും. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് നരസിംഹ സ്തുതി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ. നമസ്തേ നരസിംഹായ പ്രഹ്ലാദലാദദായിനേ ഹിരണ്യകാശിപൂർവക്ഷഃ ശീലതഘാനകാലായേ യതോ നൃസിംഹോ പരതോ നൃസിംഹോ യതോ യാമി തതോ നൃസിംഹോ ബഹേ നൃസിംഹോ ഹൃദയേ നൃസിംഹോ നരസിംഹമതിം ശരണം പ്രപദ്യേ തവ കരകമലവരേണാഖാൽബുധശൃംഗം ദളിതാ ഹിരണ്യകശിപോ താനുവൃംഗ കേശവധൃത നരഹരിരൂപ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ നരസിംഹദേവ് ജയ നരസിംഹദേവ് നരസിംഹദേവ് ജയ നരസിംഹദേവ് ജയ നരഹരി ജയ നരഹരി നരഹരി ജയ നരഹരി ജയ പ്രഹ്ലാത്മരാ ജയ പ്രഹ്ലാത്മരാ പ്രഹ്ലാത്മരാ ജയ പ്രഹ്ലാത്മരാ ജയ ജയ പ്രഭുപാദ് 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 ജയ ജയ പ്രഭുപാദ് നിത്യ ഗൗര ഹരി ബോൾ ഹരി ബോൾ ഹരി ബോൾ നിത്യ ഗൗര ഹരി ബോൾ लक्ष्मी नरसिंह भगवान की जय, भक्त प्रहलाद महाराज की जय, गौर प्रेमानंदे हरि हरि बोल। उग्रं वीर्यं महाविष्णुं जलंधं सर्वतोन्मुखं नृसिंहं विष्णुं मृत्युं नमाम्यहं। श्री नरसिंह जय नरसिंह जय जय नरसिंह। प्रहलादेश जय पद्म मुख पद्म भृंग वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। हरे कृष्ण. ഹരേ അപ്പൊ കൃഷ്ണ. എല്ലാവർക്കും ഒരു നന്ദി പറയുന്നു. അപ്പൊ നമുക്ക്
ഇനി കാണണമെങ്കിൽ ഇനിയും കാണാം. ഏപ്രിൽ 6 മുതൽ പുതിയ ഒരു ഇത് തുടങ്ങുന്നുണ്ട്. അതിൽ വേണമെങ്കിൽ അതിലും ജോയിൻ ചെയ്യാം. ഇതല്ലാതെ പുതിയ സെഷൻ നമുക്ക് വീണ്ടും തുടങ്ങുന്നുണ്ട് 3 മാസത്തേക്ക്. ക്ഷമയുള്ളവർ 3 മാസം കൂടെ നമ്മുടെ കൂടെ നിൽക്കുക. മാത്രമല്ല ഇപ്പൊ പ്രഭു പറയുന്നത് നമുക്ക് സാധനയാണ് വേണ്ടത്. എന്നും പ്രാക്ടീസ് ചെയ്യണം ഇത്. അല്ലെങ്കിൽ നമ്മൾ ഈ 3 മാസം എടുത്ത എഫേർട്ട് വേസ്റ്റ് ആയി പോകും. അപ്പൊ അത് ചെയ്യാതെ നമ്മൾ എടുത്ത കുറച്ച് പേരെങ്കിലും അത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ ആ നോട്ട്സ് ഒക്കെ ഇരുന്നിട്ട് വായിക്കുക. അതുപോലെ ഇത് ശ്ലോകങ്ങൾ ഡെയിലി ഇതുപോലെ പറഞ്ഞ പോലെ ഒരു 10 ശ്ലോകം വായിക്കുക. 20 ശ്ലോകം എന്ന് വെച്ചാൽ ആൾട്ടർനേറ്റ് ഡേയ്സ് നമ്മൾ 20 ശ്ലോകം എടുത്തത്. അപ്പൊ ഡെയിലി 10 ശ്ലോകം വായിച്ചാൽ 3 മാസം കൊണ്ട് നമുക്ക് ഭഗവത്ഗീത ഫിനിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഹരേ കൃഷ്ണ. നന്ദി, നമസ്കാരം. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരി ബോൾ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു.